ഹായ്, വെൽക്കം ബാക്ക്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിപാർട്ടീഷൻ തിയറം, വിരിയൽ തിയറം, അതുപോലെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലുള്ള ഡെൻസിറ്റി മാട്രിക്സ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് ഇക്വിപാർട്ടീഷൻ തിയറം വെച്ച് തുടങ്ങാം. ഇക്വിപാർട്ടീഷൻ തിയറം തെർമോഡൈനാമിക്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് ബോൾട്സ്മാനാണ് ആദ്യമായിട്ട് ഈ റിസൾട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ, ഉദാഹരണത്തിന് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ പറയുന്നൊരു കാര്യം ഈ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എല്ലാ ഡിഗ്രി ഓഫ് ഫ്രീഡം അതിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇക്വിപാർട്ടീഷൻ തിയറം എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഐഡിയ. ഉദാഹരണത്തിന് ഇത് ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 NKT ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. ഇത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. ഇനി ഇത് പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാം. ആ ജനറലൈസ്ഡ് റിസൾട്ടാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ജനറലൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടാകുക ഒരു പക്ഷേ ഇതിൻ്റെ അത്ര ജനറൽ അല്ലാത്ത റിസൾട്ടാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളത്. അതായത് ഹാഫ് NKT പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഹാഫ് KT പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമുക്കറിയാം 3N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. സോ ഇതിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ഹാഫ് KT വെച്ചായിരിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഈ ഇക്വിപാർട്ടീഷൻ തിയറത്തിൻ്റെ ബേസിക് ഐഡിയ. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ജനറൽ ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള വേർഷൻ നോക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു റിസൾട്ട് ഇതാണ്. ഇപ്പോൾ തൽക്കാലം വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. XI ∂H/∂XJ. ഇവിടെ XI എന്ന് പറയുമ്പോൾ ജനറലായിട്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് കുഡ് ബി എനി ഫേസ് സ്പേസ് കോർഡിനേറ്റ്. ഫേസ് സ്പേസ് കോർഡിനേറ്റ് നമുക്കറിയാം 6N കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ 6N കോർഡിനേറ്റ്സിൽ 3N പൊസിഷനും 3N മൊമെൻറ്റുമാണ്. പക്ഷേ നമുക്ക് ജനറലി XI എന്ന് വയ്ക്കാം. XI എന്ന് പറയുന്നത് 6N കോർഡിനേറ്റ്സ് ആണ്. അതിൽ 3N പൊസിഷനും 3N മൊമെൻറ്റുമാണ്, കുഴപ്പമില്ല. പൊസിഷനും മൊമെൻറ്റ് എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ XI എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് കുഡ് ബി എയ്തർ പൊസിഷൻ ഓർ മൊമെൻറ്റും. എനി വൺ ഓഫ് ദം, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. H എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനാണ്. XI and XJ are any two of the 6N generalized coordinates. It could be anything. It could be, one could be position and other could be position, one could be momentum and other could be momentum, etc. ഇനി നമ്മൾ ഇതിൻ്റെ ആവറേജ് ആസ് എൻ എക്സസൈസ്, ആസ് എൻ എക്സസൈസ് ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി XI ∂H/∂XJ. അപ്പോൾ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇത് നമുക്കറിയാം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. ഇതിന് ഓരോ ടേമിനെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതിനെയാണ് ആവറേജ് എന്ന് പറയുന്നത്. ആവറേജിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഹാമിൽട്ടോണിയൻ ഉണ്ട്. ആ ഹാമിൽട്ടോണിയൻ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഇന്ന് നമ്മൾ കാനോനിക്കൽ എൻസെമ്പിൾ ഫോർമുലേഷനിൽ കണ്ടിരുന്നു ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് e⁻βE എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ കാനോനിക്കൽ എൻസെമ്പിൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നമ്മൾ എൻസെമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനുള്ള പ്രോബബിലിറ്റി, ഏതെങ്കിലും നമ്മുടെ സിസ്റ്റം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റിലായിരിക്കാനുള്ള, ഏതെങ്കിലും ഒരു സിംഗിൾ മൈക്രോ സ്റ്റേറ്റിലായിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസൈഡഡ് ബൈ ദ എനർജി ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഇറ്റ്സ് e⁻βE. ഇതൊരു സ്റ്റേറ്റിനുള്ള പ്രോബബിലിറ്റിയാണ്, എനർജിക്കുള്ള പ്രോബബിലിറ്റി അല്ല. നമ്മൾ പറഞ്ഞിരുന്നു ദർ ഇസ് എ ഡിഫറൻസ് ദർ, ബട്ട് ദിസ് ഇസ് ഇറ്റ്. ഇനി നമ്മളിവിടെ പറയുന്നത് XI ∂H/∂XJ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ആവറേജാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റ് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റി തരുന്നത് e⁻βH ആണ്. e⁻βH എന്ന് പറയുന്നത് എന്താണ്? e⁻βH. What is this? This is actually e⁻βH of Q, P. അതായത് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഇതിന് ജനറലായിട്ട് XI എന്ന് എഴുതാം. ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഇത് തരും. അതുകൊണ്ടാണ് നമ്മളിവിടെ e⁻βH കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു ടേം എടുക്കുക, ഫേസ് സ്പേസിൻ്റെ ഒരു പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ദെൻ യു ഇൻറ്റഗ്രേറ്റ്. പ്രോബബിലിറ്റിയുടെ എന്താണ് പറയുക, നോർമലൈസേഷൻ ഫാക്ടറാണിത്.
അപ്പോൾ ഇതിൽ പ്രോബിലിറ്റിയിൽ ഒരു പക്ഷേ വേറെ ടേംസ് മറ്റേ ഗിബ്സ് കറക്ഷൻ ഫാക്ടർ അങ്ങനെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടാകും. പക്ഷേ അത് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ആയിപ്പോകും. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ഓൾറൈറ്റ്, സോ യു ടേക്ക് xi dou h by dou x, you take a particular quantity, alright, and you evaluate, you find the average, the ensemble average. ഇവിടെ നമ്മൾ എടുക്കുന്ന ensemble average ആണ്. ഓക്കെ, ensemble average ആണ്. ensemble average എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഫേസ് സ്പേസിൽ ആ പോയിന്റിനുള്ള പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ഓൾ ഓഫ് ദം. ഓൾറൈറ്റ്, ഇനി കണ്ടിന്യൂസ് ഇതാണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ഓൾ ഓഫ് ദം. ദാറ്റ് വിൽ ഗിവ് യു ദ ആവറേജ് വാല്യൂ. ഓക്കെ, ഇവിടെ ഡി ഒമേഗ എന്ന് പറയുന്നത് d3nq d3np എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. റൈറ്റ്, സോ ഐ റിപ്പീറ്റ് ജസ്റ്റ് വൺസ് മോർ. ഓക്കെ, ഐ ജസ്റ്റ് സേ ഇറ്റ് വൺസ് മോർ. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, എൻസംബിൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഇറ്റ് കുഡ് ബി എനി ഫംഗ്ഷൻ. റൈറ്റ്, ഇറ്റ് കുഡ് ബി എനി ഫംഗ്ഷൻ ഓഫ് q, p. ഇതിൻ്റെ എൻസംബിൾ ആവറേജ്, കാനോനിക്കൽ എൻസംബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ്, യു ഇവാലുവേറ്റ് f of q, p at any given point f of q, p. ഓക്കെ, ഫേസ് സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെ ഏതെങ്കിലും ഒരു മൈക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കുക. ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ പ്രോബബിലിറ്റി. ഓക്കെ, അതായത് എഫ് ഓഫ് q, p ഏത് പോയിന്റിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള പ്രോബിലിറ്റി ഉണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ e⁻ βh q, p ഡിവൈഡഡ് ബൈ e⁻βh d ഒമേഗ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നോർമലൈസ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. നൗ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഡു ദാറ്റ് ഫോർ ഓൾ ദ പോയിന്റ്സ്. ഓക്കെ, ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ എൻസംബിൾ ആവറേജ് ഇൻ കാനോനിക്കൽ എൻസംബിൾ. ഓൾറൈറ്റ്, so that's why we have the expression like this. So d omega എന്ന് പറയുന്നത് it's the volume of the allowed region of the phase space, or we can imagine the entire phase space. So it's no problem. Alright, അപ്പോൾ നമ്മൾ allowed region പുറത്ത് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും എന്ന് മാത്രം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ന്യൂമറേറ്റർ ഒന്ന് നോക്കാം. ഓൾറൈറ്റ്, ഇതിൻ്റെ ന്യൂമറേറ്റർ, ഈ ന്യൂമറേറ്റർ മാത്രം, ഇൻറ്റഗ്രൽ മാത്രം ഒന്ന് നോക്കാം. സോ ദിസ് ഇസ് xi dou h by dou x e⁻βh d omega. ഓക്കെ, ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ എന്നുണ്ട്. പിന്നെ ഇവിടെ e⁻βh ഉണ്ട്. e⁻xൻ്റെ പ്രത്യേകത ഇറ്റ്സ് ഓൺ ഡെറിവേറ്റീവ്. ഓക്കെ, e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. സോ ദിസ് ഗിവ്സ് അസ് എ ചാൻസ് ടു റൈറ്റ് ഇറ്റ് ഇൻ എൻ ഈസി വേ. ഇതൊരു എളുപ്പ വഴിയിൽ എഴുതാം. ഇവിടെ ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ ഉണ്ട്, ഇവിടെ e⁻βh ഉണ്ട് അല്ലേ. അപ്പോൾ e⁻βhൻ്റെ ഡോ ബൈ ഡോ എക്സ് ജെ എടുക്കുകയാണെന്ന് കരുതുക. ഓൾറൈറ്റ്, അതായത് ഈ ടേമിനെ നമുക്ക്, അതായത് ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ e⁻βh നമുക്ക് ഒരുമിച്ച് ഡോ ബൈ ഡോ എക്സ് ജെ ഓഫ് e⁻βh എന്ന് എഴുതാം. നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുമോ നോക്കാം. ഡോ ബൈ ഡോ എക്സ് ജെ ഓഫ് e⁻βh എന്താണ്? ഇസ് e⁻βh ആൻഡ് ദെൻ മൈനസ് ബീറ്റ ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ. അപ്പോൾ നമ്മൾ ഈ മൈനസ് ബീറ്റ ഉള്ള ടേം മിസ്സിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡോ ബൈ ഡോ എക്സ് ജെ ഓഫ് e⁻βh എന്ന് എഴുതുന്നതിന് എന്ത് എഴുതാം? ഡിവൈഡഡ് ബൈ മൈനസ് ബീറ്റ എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ടേം തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? xi ഡോ ബൈ ഡോ എക്സ് ജെ ഓഫ് e⁻βh ബൈ മൈനസ് ബീറ്റ dxj d omega of j. അപ്പോൾ dxj എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഓക്കെ, ഡി ഒമേഗ എന്ന് പറയുന്നത് ഫേസ് സ്പേസ്, എൻറ്റയർ വോള്യൂം ഓഫ് ഫേസ് സ്പേസ് ആണ് അല്ലേ. അതിൽ ഇത്രയും ടേംസ് ഉണ്ട്, d3nq d3np, ഇത്രയും ടേംസ് ഉണ്ട്. ഓക്കെ, അതായത് dx1 dx2 dx3 അങ്ങനെ. ഓക്കെ, അതുപോലെ dpu dpx dpy dpz ഫോർ ഈച്ച് പാർട്ടിക്കിൾ, ഇങ്ങനെ ഉള്ള ടേംസ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ഈ dxj എന്നുള്ള ടേം മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള d omega of j എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ d omega of j എന്താണ്? ദിസ് ദ വോള്യൂം എലിമെൻറ്റ് എക്സ്ക്ലൂഡിങ് dxj. വോള്യൂം എലിമെൻറ്റ് എക്സ്ക്ലൂഡിങ് dxj. ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ, ദിസ് ഇസ് ഓഫ് എ വെരി ഫെമിലിയർ ഫോം. നമുക്കറിയാം ഇൻറ്റഗ്രൽ u dv. ഓക്കെ, ഇൻറ്റഗ്രൽ u dv എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, uv minus integral v du. It's a very useful result. Okay, it's a very easy thing to remember. Integral u dv is uv minus integral v du. Okay, അപ്പോൾ ഇവിടെ നമുക്കുള്ളത് integral u, this is dv, integral u dv ആണുള്ളത്. So you can write it as uv minus integral v du. അതാണ് ഇവിടെ u എന്ന് പറയുന്നത് xi ആണ്, dvയിലുള്ള v എന്ന് പറയുന്നത് it's e⁻βh by minus beta. അതാണ് uv, and then you have to apply the limits. Obviously we have to apply the limits. ഇനി xj dxj or integrating over dxj, so the limits നമുക്ക് in the limit and extreme values നെ xj of 1 and xj of 2 എന്ന് എഴുതാം. Fine.
right, minus integral v du. v എന്ന് പറയുന്നത് e raised to minus beta h by minus beta. Okay, du എന്ന് പറയുന്നത് dou x by dou xj dxj. Right, du is in this case, okay, dou xj by dou xi by ഇതാണ് u അല്ലേ, dou xj dxj. Right, ഇവിടെ നമ്മുടെ dv എന്ന് പറയുന്നതാണ് dou by dou xj of e raised to minus beta h divided by minus beta dxj. This is dv. ഇതാണ് dv. ഓക്കെ, ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇന്റഗ്രൽ u dv is equal to uv minus integral v du. ഇനി ഈ ടേം എന്തായാലും 0 ആണ്, ബിക്കോസ് ദീസ് ആർ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എയ്തർ കോർഡിനേറ്റ്സ് ഓർ മൊമെൻറ്റം. ഇത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല, എക്സ് ജെ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് കുഡ് ബി കോർഡിനേറ്റ് ഓർ മൊമെൻറ്റം. ഇവിടെ ഈ xj1 xj2 എന്ന് പറയുന്നത് ഈ കോർഡിനേറ്റിൻ്റെ എക്സ്ട്രീം വാല്യൂസ് ആണ്. നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യില്ല, എക്സ്ട്രീം വാല്യൂസ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ എക്സ് എന്ന് പറയുന്നത് മൊമെൻറ്റം ആകാം, പൊസിഷൻ ആകാം. ഇനി മൊമെൻറ്റം ആണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, മൊമെൻറ്റം ഗോസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൈനറ്റിക് എനർജി p²/2m എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. ഓക്കെ, അതായത് ഈ എക്സ്ട്രീം വാല്യൂസ് ഓഫ് മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഇൻഫിനിറ്റ് ആവും, അല്ലെങ്കിൽ എനർജി ഇൻഫിനിറ്റ് ആവും. സോ ദിസ് ടേം വിൽ ഗോ ടു 0. ഓക്കെ, ഇനി ഇത് പൊസിഷൻ ആണെങ്കിലോ, എക്സ് എന്ന് പറയുന്ന പൊസിഷൻ ആണെങ്കിലോ, എക്സ്ട്രീം, ഓക്കെ, ഇത് പൊസിഷൻ ആണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് ഈ വോൾസ് ആയിരിക്കും, വോൾസ് ഓഫ് ദ കണ്ടെയ്നർ ആയിരിക്കും. Okay, now at the walls the potential energy is infinite. Okay, അതായത് പാർട്ടിക്കിൾ ഇതിനകത്ത് ട്രാപ്ഡ് ആണ് എന്ന് പറയുമ്പോൾ that means that at the walls of the container the potential energy is infinite. Okay, in that case also the Hamiltonian will become infinite and e raised to minus beta infinity is equal to 0. Okay, so ഇത് എക്സ്ട്രീം വാല്യൂസ് ഏതാണെങ്കിലും, ഓക്കെ, പൊസിഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് ആണെങ്കിലും മൊമെൻറ്റത്തിൻ്റെ എക്സ്ട്രീം വാല്യൂ ആണെങ്കിലും ഈ ടേം 0 ആവും. റൈറ്റ്, ബാക്കി നമുക്കുള്ളത് ഈ ഒരു ടേം മാത്രമാണ്. അപ്പോൾ ഈ ഡോ എക്സ് ബൈ ഡോ എക്സ് ജെ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ മൊമെൻറ്റും പൊസിഷനും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. പൊസിഷനും മൊമെൻറ്റും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പൊസിഷൻ്റെ എല്ലാ കോർഡിനേറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമ്മൾ 6n കോർഡിനേറ്റ്സ് പറയുമ്പോൾ 6n ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് 3n ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സും 3n ഇൻഡിപെൻഡൻറ്റ് മൊമെൻറ്റും ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൺ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ 0 ആണ്. ഓക്കെ, എക്സെപ്റ്റ് വെൻ ഇറ്റ്സ് എ സെയിം കോർഡിനേറ്റ്. റൈറ്റ്, അതായത് ഇപ്പോൾ ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. റൈറ്റ്, ബട്ട് ഡോ എക്സ് ബൈ ഡോ വൈ വിൽ ബി 0, ഡോ എക്സ് ബൈ ഡോ പി എക്സ് വിൽ ബി ഈക്വൽ ടു 0. ഇതെല്ലാം 0 ആണ്. ഓക്കെ, അതിനർത്ഥം ഈ ഡോ എക്സ് ബൈ ഡോ എക്സ് ജെ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ഇഫ് ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെ ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു 1. Okay, it's equal to 1 if I is equal to j. Alright, ഈ ഒരു കാര്യം കാണിക്കുന്ന എന്താണ് ഫംഗ്ഷനാണ് കോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ അല്ല, അതിനെ കോണക്കർ ഡെൽറ്റ എന്നാണ് പറയുക. ഓക്കെ, സോ ഡോ എക്സ് ഐ ബൈ ഡോ എക്സ് ജെ ഇസ് ഈക്വൽ ടു ദ കോണക്കർ ഡെൽറ്റ. ഈ കോണക്കർ ഡെൽറ്റയുടെ പ്രത്യേകത, ഇതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്, ഡെൽറ്റ ഐ ജെ. ഓക്കെ, ദിസ് ഈക്വൽ ടു 1 ഇഫ് ഐ ഈസ് ഈക്വൽ ടു ജെ ആൻഡ് ഈക്വൽ ടു 0 ഇഫ് ഐ ഈസ് നോട്ട് ഈക്വൽ ടു ജെ. റൈറ്റ്, അപ്പോൾ ഇത് ഡെൽറ്റ ഐ ജെ ഡിവൈഡഡ് ബൈ ബീറ്റ, മൈനസ് ഇവിടെ മൈനസ് ക്യാൻസൽ. അപ്പോൾ ഡെൽറ്റ ഐ ജെ ഡിവൈഡ് ബൈ ബീറ്റ. പിന്നെ ബാക്കിയുള്ളത് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡി ഒമേഗ എന്നുള്ളതാണ്. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് എടുക്കാം. ഇനി ഡി എക്സ് ജെ ഡി ഒമേഗ ഓഫ് ജെ എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് ഒരുമിച്ച് ഡി ഒമേഗ എന്ന് തന്നെ എഴുതാം. റൈറ്റ്, ഇത് നമ്മൾ ന്യൂമറേറ്റർ മാത്രമാണ് ചെയ്തത്. നമ്മളിവിടെ ഡിനോമിനേറ്ററിൽ നോക്കുകയാണെങ്കിൽ അതേ ടേം അവിടെ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡി ഒമേഗ. ആ ടേം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇത് നമ്മൾ ഈ ഫുൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇൻറ്റഗ്രൽ ഇ റേസ്റ്റ് മൈനസ് ബീറ്റ എച്ച് ഡി ഒമേഗയും ഇവിടെ ഡിനോമിനേറ്റർ ഓൾറെഡി ഉള്ള ഇ റേസ്റ്റ് മൈനസ് ബീറ്റ എച്ച് ഡി ഒമേഗയും ക്യാൻസലാവും. ബാക്കിയുള്ളത് ഡെൽറ്റ ഐ ജെ ഡിവൈഡഡ് ബൈ ബീറ്റ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയ എക്സ് ഐ ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ആവറേജ് വാല്യൂ, എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ജെ കെ ടി ആണ്. എന്തുകൊണ്ടാണ്? ബീറ്റ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കെ ടി. റൈറ്റ്, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഇക്വിപാർട്ടീഷൻ തിയറം അതുപോലെ വിരിയൽ തിയറവും കാണാൻ കഴിയും. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഇക്വിപാർട്ടീഷൻ തിയറം ഫസ്റ്റ്. റൈറ്റ്, ഈ റിസൾട്ട് ഇവിടെ നിൽക്കട്ടെ. Right, the average value of xi dou h by dou xj is equal to delta ij kt. ഇനി ഞാൻ പറഞ്ഞു xi എന്ന് പറയുന്നത് പൊസിഷനോ മൊമെൻറ്റോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി ഇത് രണ്ടും
ഇതിൻ്റെ ഈ ഒരു ജനറൽ റിസൾട്ടിൻ്റെ രണ്ട് സ്പെഷ്യൽ കേസ് എടുക്കാം. ഒന്നാമത്തെ സ്പെഷ്യൽ കേസിൽ എക്സ് ഐയും എക്സ് ജെയും രണ്ടും സെയിം മൊമെൻറ്റം കോർഡിനേറ്റ് ആണ്, പി ഐ എന്നുള്ള മൊമെൻറ്റം കോർഡിനേറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ സമ്മേഷൻ ഇല്ല. ഓക്കെ, ഇവിടെ ദർ ഇസ് നോ സമ്മേഷൻ ഓർ റിപ്പീറ്റഡ് ഇൻഡെക്സ്. ഓക്കെ, ഇവിടെ ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ ഇല്ല. ഓക്കെ, സോ ദിസ് ഇസ് പി ഐ ഡോ എച്ച് ബൈ ഡോ പി ഐ. ഓൾറൈറ്റ്, ഇതെന്താണ് പി എച്ച് ഡോ എച്ച് ബൈ ഡോ പി ഐ എന്ന് പറയുന്നത്? ഇവിടെ ഈ റിസൾട്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡെൽറ്റ ഐ ജെ കെ ടി. ഓക്കെ, ഇവിടെ ഐയും ജെയും സെയിം ആണ്. സോ ഡെൽറ്റ ഐ ജെ ഇസ് 1. ഇനി ഡോ എച്ച് ബൈ ഡോ പി ഐ ഇസ് ഈക്വൽ ടു Qi dot by Hamilton's equations of motion. So this also can be written as the ensemble average of Pi Qi dot, and from this result you see that delta ij, ഇവിടെ delta ij എന്താണ്? ഇവിടെ ഐയും ജെയും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. Alright, it's one particular value of momentum. Alright, so this is 1 and you have got Kt. Alright, sorry, this one Kt. So the average value of Pi dou h by dou Pi is Kt. Similarly, if you take xi is equal to xj is equal to Qi. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ദിസ് ബിക്കംസ് ക്യു ഐ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ഇസ് ഈക്വൽ ടു, ഇനി ഡോ എച്ച് ബൈ ഡോ ക്യു ഐ എന്നുള്ളതിന് വി നോ ദാറ്റ് ഇറ്റ്സ് മൈനസ് പി ഐ ഡോട്ട്, ബിക്കോസ് പി ഐ ഡോട്ട് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. Right? Now this also is equal to Kt by our result before. Okay, by our result, by this result. Okay, this is why this is called a remarkable result. Okay, this is an interesting result. It gives you these values. Okay. Alright. ഇനി നമ്മൾ ഇക്വിപാർട്ടിഷൻ തിയറത്തിലേക്ക് പോകണം. നമ്മളിവിടെ ഒരു ജനറൽ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒക്കെ നമ്മൾ ഫിസിക്കൽ സിറ്റുവേഷൻസ് പലതെടുക്കുമ്പോഴും ഹാമിൽട്ടോണിയൻ ഒരു പ്രത്യേക ഫോമിലായിരിക്കും. റൈറ്റ്, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് കോർഡിനേറ്റ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് കോർഡിനേറ്റ്സ്. ഓക്കെ, കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പൊസിഷനും മൊമെൻറ്റും എടുക്കുക. അതായത് മൊമെൻറ്റത്തിൻ്റെയും പൊസിഷൻ്റെയും ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. മൊമെൻറ്റത്തിൻ്റെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ജനറലിയാണ്, കാരണം കൈനറ്റിക് എനർജി നമുക്കറിയാം p² ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, ഇനി പല കേസിലും നമുക്കൊന്നുകിൽ ഫുൾ പൊട്ടൻഷ്യൽ എനർജി Q² ബൈ 2m എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി in many cases will be of the form not Q² by 2m but proportional to Q². Sorry, alright, proportional to Q² എന്ന ടേം രീതിയിൽ എഴുതാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. റൈറ്റ്, ഇനി അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന സിറ്റുവേഷൻസിൽ ലെറ്റ്സ് സേ ദാറ്റ് ഓക്കെ ദ ഹാമിൽട്ടോണിയൻ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്: സമ്മേഷൻ ഓവർ ജെ എ ജെ പി ജെ സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓവർ ജെ ബി ജെ ക്യു ജെ സ്ക്വയർ. ഈ രീതിയിലുള്ള ഹാമിൽട്ടോണിയൻ ആണെന്ന് കരുതുക. റൈറ്റ്, ഈ അല്ലെങ്കിൽ ഒന്നുകിൽ ഈ രീതിയിലുള്ള ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഹാമിൽട്ടോണിയൻ. കൊണ്ടുവരാൻ കഴിയുന്നതാണെങ്കിൽ വി ബ്രിങ് ദ ഹാമിൽട്ടോണിയൻ ടു ദിസ് ഫോം. നൗ ഇമാജിൻ ദാറ്റ് somehow either the Hamiltonian is already of this form or we have brought it to this form. Okay, അങ്ങനെ കൊണ്ടുവന്നു എന്ന് കരുതുക. Where Pj and Qj are the transformed canonically conjugate coordinates while Aj and Bj are constants of the problem. Okay, ഇനി ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഈ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. Pj ഡോ എച്ച് ബൈ ഡോ പി ജെ പ്ലസ് ക്യു ജെ ഡോ എച്ച് ബൈ ഡോ ക്യു ജെ. ഇത് നമ്മളിതിൽ ഓരോ ടേമും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടേം തന്നെയാണ് അല്ലേ, പി ഐ ഡോ എച്ച് ബൈ ഡോ പി ഐ, ക്യു ഐ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പം നമുക്ക് മുൻപത്തെ റിസൾട്ട് ഉപയോഗിക്കും. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്ര ഹാമിൽട്ടോണിയൻ ഈ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. സമ്മേഷൻ ഓവർ ജെ പി ജെ ഡോ എച്ച് ബൈ ഡോ പി ജെ പ്ലസ് ക്യു ജെ ഡോ എച്ച് ബൈ ഡോ ക്യു ജെ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡോ എച്ച് ബൈ ഡോ പി ജെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ജെ ആണ് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഡമ്മി ഇൻഡെക്സിനെ ഐ എന്ന് മാറ്റാം. ഓക്കെ, ഈ ഡമ്മി ഇൻഡെക്സിനെ ഐ എന്ന് മാറ്റി. ഇത് വെറുതെ ഒരു ഡമ്മി ഇൻഡെക്സ് ആണ്, കാരണം ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് യു ഹാവ് ടു സം ഓവർ ഓൾ ദീസ് വാല്യൂസ്, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഒരേ ഡമ്മി ഇൻഡെക്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ ദിസ് ബിക്കംസ് സമ്മേഷൻ ഓവർ ഐ. ഓക്കെ, ഇവിടെ എച്ചിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡമ്മി ഇൻഡെക്സ് ഐ എന്ന് മാറ്റി ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കാനുള്ള സൗകര്യത്തിന് ആദ്യത്തെ ടേം മാത്രം നോക്കാം. ഡോ എച്ച് ബൈ ഡോ പി, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ എ ഐ ഉണ്ട്. നമുക്കിവിടെ ഉള്ളത് ഡോ ബൈ ഡോ പി ജെ ഓഫ് പി ഐ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 0 ആണ്. സോ ദിസ് ഇസ് സം ഓവർ ഐ എ ഐ പി ഐ സ്ക്വയറുടെ 2pi ഡോ പി ഐ ബൈ ഡോ പി ജെ. Okay, again that's delta ij. If pi is equal to pj, this is 1. If pi is not equal to pj, this is equal to 0. Okay, this is delta ij ആണ്. ഇത് Kronecker delta ആണ്. Now you are summing over I. Okay, you are taking sum over I. Right, നമ്മൾ ഫുൾ സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് you are summing over all values of I. പക്ഷേ ഫുൾ സമ്മേഷൻ എടുക്കുമ്പോൾ ഇതിൽ ആകെ ഒരു ടേം മാത്രമേ നോൺ സീറോ ആവുകയുള്ളൂ. The term for which I is equal to j. കാരണം ഈ ഫുൾ സമ്മേഷൻ എടുക്കുമ്പോൾ
I not equal to j anengil, this Kronecker delta will make sure that all those terms are 0. Okay, so the only one term that will survive in this expression is aj when I is equal to j, that is aj or 2aj pj. Alright, so dou h by dou pj can be written as 2aj pj. Okay, അപ്പോൾ ഇതെന്താണ് 2aj pj. This is dou h by dou pj, and then multiplying by pj, that's 2aj pj square. In the same way, this becomes 2bj qj square. Exactly the same way. Alright, now what is this? And there is a sum over j here. ഇവിടെ sum over j അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? So this is equal to twice the Hamiltonian. This is equal to twice the Hamiltonian that we have here. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത twice the Hamiltonian. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ രണ്ട് സൈഡിലും ആവറേജ് എടുക്കുകയാണെങ്കിൽ, you see that average value of this particular quantity is twice the average value of Hamiltonian. Okay, this is fine. പക്ഷേ ഇതിൻ്റെ ആവറേജ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, പി ജെ ഡോ എച്ച് ബൈ ഡോ പി ജെ എന്ന് പറയുന്നതിൻ്റെ ആവറേജ്. ഓക്കെ, ദിസ് ഇസ് ഓൾറെഡി വി ഹാവ് ഓൾറെഡി ഫൗണ്ട് ദിസ്. ഓക്കെ, പി ജെ ഡോ എച്ച് ബൈ ഡോ പി ജെ, പി ഐ ഡോ എച്ച് ബൈ ഡോ പി, ദാറ്റ്സ് കെ ടി. ഓക്കെ, ദാറ്റ്സ് കെ ടി, ആൻഡ് അഗെയിൻ യു വിൽ ഹാവ് എ കെ ടി ഹിയർ. ഓൾറൈറ്റ്, ദിസ് ഇസ് ഫോർ ജസ്റ്റ് വൺ. അതായത് ഏതെങ്കിലും ഒരു മൊമെൻറ്റം എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ ടി കിട്ടും. അതുപോലെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ ടി കിട്ടും. വി ആർ സമ്മിങ് ഓവർ ജെ. You are summing over j. Right? അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് you are summing over all possible values of j. You are summing over all possible values of j. Alright? അപ്പോൾ ഇവിടെ എത്ര നോൺ സീറോ വാല്യൂസ് ഉണ്ടോ, അതായത് എ ജെക്കും ബി ജെക്കും എത്ര നോൺ സീറോ വാല്യൂസ് ഉണ്ടോ അത്രയും തവണ നമുക്ക് കെ ടി എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സീറോ ഏതെങ്കിലും ടേംസിന് എ ജെ ബി ജെ സീറോ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ കിട്ടും. പക്ഷേ അതർ ദാൻ ദാറ്റ്, ഓക്കെ, എ ജെ ബി ജെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആയിട്ടുള്ള എല്ലാ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കെ ടി എന്നൊരു വാല്യൂ കിട്ടും. റൈറ്റ്, അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ആവറേജ് വാല്യൂ ഓഫ് ദിസ് ക്വാണ്ടിറ്റീസ് ട്വൈസ് ദ ആവറേജ് ഓഫ് എച്ച്, ആൻഡ് ദിസ് ഈക്വൽ ടു എഫ് മൾട്ടിപ്ലൈഡ് ബൈ കെ ടി. റൈറ്റ്, ഇവിടെ എഫ് എന്താണ്? എഫ് ഇസ് ദ നമ്പർ ഓഫ് നോൺ വാനിഷിംഗ് കോഎഫിഷ്യൻസ്. നമ്മൾ ഹാമിൽട്ടോണിൻ്റെ എക്സ്പ്രഷനിൽ എഴുതിയത് നോൺ വാനിഷിംഗ് കോഎഫിഷ്യൻസിൻ്റെ എണ്ണമാണ് എഫ്. ഓക്കെ, അതായത് ഓരോ കോഎഫിഷ്യൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കെ ടി എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ ഓരോ നോൺ വാനിഷിംഗ് കോഎഫിഷ്യൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ ടി എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയത് ഈ റിസൾട്ടിൽ നിന്നാണ്. നമ്മുടെ റിമാർക്കബിൾ റിസൾട്ട് എന്ന് നമ്മൾ വിളിച്ച റിസൾട്ടിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് കെ ടി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ദിസ് ഇസ് ട്വൈസ് ദ ആവറേജ് ഓഫ് ഹാമിൽട്ടോണിയൻ ഇസ് ഈക്വൽ ടു എഫ് കെ ടി, ഓർ ആവറേജ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് കെ ടി. ഓക്കെ, ഇതാണ് ഇക്വിപാർട്ടീഷൻ തിയറം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ജനറൽ ഫോം ഇതാണ്. ഇക്വിപാർട്ടീഷൻ തിയറം എന്നുള്ളതിൻ്റെ ജനറൽ ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓൾറൈറ്റ്, വി therefore conclude that each harmonic term in the transformed Hamiltonian makes a contribution of half kT toward the internal energy of the system, and hence a contribution of half k towards the specific heat. Specific heat എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ആണ്. ഓക്കെ, ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ആണ്. ഓക്കെ, ആവറേജ് എനർജി ആണെങ്കിൽ ഡോ ഇ ബൈ ഡോ ടി, അല്ലെ ആവറേജ് എനർജി യു ആണെങ്കിൽ ഡോ യു ബൈ ഡോ ടി, ഇന്റേണൽ എനർജി യു ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ഹാവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹാഫ് കെ ടുവേർഡ്സ് സ്പെസിഫിക് ഹീറ്റ് സി വി. Alright, this result embodies the classical theorem of equipartition of energy among the various degrees of freedom of the system. Alright, it may be mentioned here that for the distribution of kinetic energy alone, the equipartition theorem was first stated by Boltzmann. Okay, നമ്മൾ kinetic energyയുടെ മാത്രമാണ് യൂഷ്വലി തെർമോഡൈനാമിക്സിലെ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാകും. kinetic energy മാത്രം, കാരണം അവിടെ kinetic energy ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ആവറേജ് വാല്യൂ ഓഫ് kinetic energy is equal to half kT per degree of freedom. Okay, of freedom. So total average, the average energy of total kinetic energy is 3n divided by kT, because there are 3n degrees of freedom. Alright, അതാണ് നമ്മളിവിടെ പറയുന്നത്. സ്പെഷ്യൽ കേസ് ഓഫ് ദ above result is the case where the potential energy is 0. That's the classical ideal gas. Okay, where F equal to 3n and average value of H is equal to, നമ്മൾ internal energy എന്ന് വിളിക്കുന്നത്, that's equal to 3 by 2 kT. Okay, ഇനി ഇവിടെ 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്പേഷ്യൽ ഡയമെൻഷൻസ്. ഓക്കെ, യു ക്യാൻ തിങ്ക് ഓഫ് എ ഡി ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, പിന്നെ ഡി ഡയമെൻഷണൽ സ്പേസ് ഉണ്ട് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിന്. ഡി ഡയമെൻഷൻസ് നമ്മൾ ജീവിക്കുന്ന 3 ഡയമെൻഷണൽ സ്പേസിലാണ്, അല്ലെങ്കിൽ 4 ഡയമെൻഷണൽ സ്പേസ് ടൈമിലാണ്. ബട്ട് വി ക്യാൻ ഇമാജിൻ ഹയർ ഡയമെൻഷണൽ സ്പേസ്
Right? Actually, in some of the theories, there are theories in which there are higher dimensions of space, etc. In any case, for purely mathematical interest, this 3 appearing here is the dimensionality of space. If you want to be more general about it, you could simply write E is equal to d divided by 2 nkt. Okay. The equipartition theorem as stated here is not always valid. It applies only when the relevant degrees of freedom can be freely excited. Alright, അപ്പോൾ equipartition theorem എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിട്ടുള്ള എല്ലാ സമയത്തും വാലിഡ് ആയിട്ടുള്ളൊരു തിയറം അല്ല. അത് യൂഷ്വലി അത് ക്ലാസിക്കൽ ലിമിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ T, there may be certain degrees of freedom which, due to insufficiency of the energy available, are more or less frozen due to quantum mechanical effects. ഓക്കെ, ഉദാഹരണത്തിന് ഫെർമിയോൺസ് ആണെങ്കിൽ എനർജി ലെവൽസ് ഫിൽഡ് ആയിരിക്കും. ഇപ്പോൾ അതിൽ ലോവർ എനർജി ലെവൽസ് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതൊരു ഫ്രോസൺ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ആവശ്യത്തിന് ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ. സച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡു നോട്ട് മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടുവേർഡ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓർ ടുവേർഡ്സ് ഇറ്റ് സ്പെസിഫിക് ഹീറ്റ്. അതായത് നമ്മളൊരു ടിപ്പിക്കൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈക്വിപാർട്ടിഷൻ തിയറം ഒബേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ക്ലാസിക്കൽ ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ, ഹയർ ടെമ്പറേച്ചർ, ഓക്കെ, അങ്ങനെയുള്ള ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ഈക്വിപാർട്ടിഷൻ തിയറം വിൽ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ദ ഹയർ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം, ദ ബെറ്റർ ദ വാലിഡിറ്റി ഓഫ് ദിസ് തിയറം. അടുത്തത് വിരിയൽ തിയറം എന്ന് പറയുന്ന തിയറമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ റിസൾട്ടിൽ തന്നെ QI ∂H/∂QI കണക്കാക്കുകയാണെങ്കിൽ യു നോ ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു KT. ഓൾറൈറ്റ്, അവർ റിസൾട്ട് വാസ് XI ∂H/∂XJ is equal to delta IJ KT. Alright, so if you have XI is equal to QI and XJ is equal to QI, then it's delta IJ is just 1, so it's KT. Alright, now we can sum this term from all the degrees of freedom from I equal to 1 to 3n. Okay, so corresponding to each term like this, you will get KT. Alright, so ഇതുപോലെ ഓരോ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടും KT എന്നുള്ള വാല്യൂ തന്നെ ഉണ്ട്. So if you sum from I equal to 1 to 3n, you will get 3n KT. Alright, but this also says that ∂H/∂QI is minus Pi dot. Alright, so this also gives us the result that the average value of minus sum over I QI Pi dot is equal to 3n KT. Alright, ഈ ഒരു ഫോർമുലയാണ് യൂഷ്വലി വിരിയൽ തിയറം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂഷ്വലി പറയുന്ന വിരിയൽ തിയറം എന്ന് പറയുന്ന തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ദാറ്റ് വാസ് ഡ്യൂ ടു ക്ലോഷ്യസ് അറൗണ്ട് 1870. ഓക്കെ, അപ്പോൾ ഈ വിരിയൽ തിയറം എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് നമ്മളൊരു പെർട്ടിക്കുലർ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഇക്വിപാർട്ടിഷൻ തിയറത്തിലേക്ക് എത്തി, അതുപോലെ തന്നെ വിരിയൽ തിയറത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഓക്കെ, വിരിയൽ തിയറം എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ളൊരു തിയറാണ്, അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്സ് ക്ലാസ്സിൽ പരിചയപ്പെടുന്ന ഒരു തിയറാണ്. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഇതെന്താണ് യഥാർത്ഥത്തിൽ? യു ഹവ് ഗോട്ട് QI and Pi dot. Okay, Pi dot, you can say that Pi is the momentum conjugate to the coordinate QI. Okay, QI എന്നുള്ള കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് മൊമെൻറ്റം ആണ് Pi. Pi dot എന്ന് പറയുന്നത് Pi dot is the force. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ പറയുന്നത് ദിസ് ഇസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദ സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വേരിയസ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദ റെസ്പെക്റ്റീവ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ. ഓക്കെ, നമ്മൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും കോർഡിനേറ്റും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന QI Pi dot. ആൻഡ് ദെൻ യു സം ഓവർ ഓൾ ദിസ് തിങ്. This quantity is generally referred to as the virial of the system and is denoted by the symbol this V. Okay, അപ്പോൾ virial എന്ന് പറയുന്നത് it's a sum of the products of the coordinates of the various particles and the respective forces. Okay, ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷൻ, അതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ സം. ഓക്കെ, സം ഓവർ ഓൾ ദ പാർട്ടിക്കിൾസിൻ്റെ ആക്ച്വലി സം ഓവർ ഓൾ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇങ്ങനെ സം ചെയ്ത ക്വാണ്ടിറ്റിയാണ് നമ്മൾ വിരിയൽ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് വിരിയൽ, ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് ദ വിരിയൽ. ഓക്കെ,
this quantity is virial. This is called virial. All right. അപ്പോൾ ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് virial എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. All right. Now from our result we know that this is equal to 3nkt. Okay. V is equal to ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. Okay. So qi pi dot is equal to minus 3nkt, or we can say that V is equal to minus 3nkt. ഇത് virial തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. All right. In mechanics, virial theorem actually provides a general equation that relates the average over time of the total kinetic energy. That is, kinetic energy average and forces, particle act in the forces, in the relation. All right. So, general equation that relates the average over time of the total kinetic energy. Kinetic energy average. Okay, time average. Long time average and simple average. So, mechanics is long time average. Okay. Kinetic energy long time average with that of total potential energy of the system. Force including this forces can be related to the potential energy. So, generally, average kinetic energy, long time average. Okay, long time average, kinetic energy long time average potential, total potential energy ആയിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തിയറമായിട്ട് നമുക്കിതിനെ കാണാം. ഓക്കെ, മാത്തമാറ്റിക്കലി നമ്മൾ വിരിയൽ തിയറം എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഈസ് മൈനസ് ഹാഫ് ഓഫ് ദ വിരിയൽ. റൈറ്റ്, മൈനസ് ഹാഫ് ഓഫ് ദ വിരിയൽ, where T is the total kinetic energy of n particles and angle brackets represent the average over time of the enclosed quantity. Okay, all right. The word virial for the right hand side of the equation derives from Latin word energy. Okay, energy ennulla term ennaanu virial ennullathu varunathu. Right, and it was given its technical definition by Rudolf Clausius in 1870. Right, ഇതാണ് നമ്മുടെ virial theorem എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇപ്പോൾ ചില സിസ്റ്റംസ് നമുക്ക് മുഴുവനായിട്ട് സോൾവ് ചെയ്യാൻ കഴിയില്ല. റൈറ്റ്, so the significance of the virial theorem is that it allows the average total energy, total kinetic energy, okay, average total kinetic energy to be calculated even for very complicated systems that defy an exact solution. An exact solution ഇല്ലാത്ത സിസ്റ്റംസിന് പോലും നമുക്ക് average kinetic energy കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ വെച്ച് പറ്റും. It gives you a relation, right? This average total kinetic energy is related to the temperature of the system by the equipartition theorem. Right? പക്ഷേ ടെമ്പറേച്ചറിനെ കുറിച്ച് ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്തില്ലെങ്കിലും വിരിയൽ തിയറം ജനറലി വാലിഡ് ആണ്. ഓക്കെ, however the virial theorem does not depend on the notion of temperature and holds even for systems that are not in thermal equilibrium. ഓക്കെ, അപ്പോൾ ഇതാണ് വിരിയൽ തിയറത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആവശ്യമുള്ളൂ. that will be sufficient for our purposes. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇക്വിപാർട്ടീഷൻ തിയറും വിരിയൽ തിയറും. ഇത് രണ്ടും നമ്മൾ കണ്ടത് xi ഡോ എച്ച് ബൈ ഡോ എക്സ് ജി എന്നുള്ളതിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിലൂടെയാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇത് വിരിയൽ തിയറായിട്ട് ബന്ധപ്പെട്ട് വിരിയൽ എന്നുള്ള ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിക്കും. ഇത് ആക്ച്വലി എന്താണ് റിലേഷൻ? ഓക്കെ, നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ എന്താണ്, അതായത് ആവറേജ് കൈനറ്റിക് എനർജിയും വിരിയലും തമ്മിലുള്ള റിലേഷൻ ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട ഡെൻസിറ്റി മാട്രിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. അതിൻ്റെ മാത്രമല്ലേ വൈറ്റ് ഡ്വാർഫ്സ്, ന്യൂട്രോൺ സ്റ്റാർസ് എന്നിങ്ങനെയുള്ള സിസ്റ്റംസ്. ഓക്കെ, ഇനി ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കൺസിഡറേഷൻസിൽ നിന്നാണ് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്സ് ഉണ്ടാകുന്നത്. നിങ്ങൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കാണാത്ത പല എഫക്ട്സും നമുക്ക് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കാണാൻ കഴിയും. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പറഞ്ഞു മൈക്രോസ്റ്റേറ്റ് മാക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അതിൽ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദേ വർ പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ്. ഓക്കെ, വി കുഡ് റെപ്രസെൻറ്റ് മൈക്രോസ്റ്റേറ്റ്സ് ബൈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്. ഓക്കെ, പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ്. ഓക്കെ, നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് അങ്ങനെ കഴിയും. ഇവിടെ പോയിൻറ്റ് ഇൻ ഫേസ് സ്പേസ് എന്ന് പറയുമ്പോൾ യു ആർ ഗിവിംഗ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം അറ്റ് ദ സെയിം ടൈം. റൈറ്റ്, ദിസ് ഇസ് വാട്ട് യു കോൾ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഫേസ് സ്പേസ് ആണ്.
all right? This determined by the equations of motion, fine. Right? But in quantum mechanics, we cannot talk about position and momentum, etc. All right? Our quantum mechanics is the equation of motion, evolution, time evolution governed in the equation or the Schrödinger equation. Right? But Schrödinger equation പ്രകാരം നമുക്കറിയാം സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചാണ്. Schrödinger equations പ്രകാരം കുറച്ചുകൂടെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് വെക്റ്റേഴ്സ് ഇൻ ഹിൽബർട്ട് സ്പേസ്. ഓക്കെ, വെക്റ്റേഴ്സ് ഇൻ ഹിൽബർട്ട് സ്പേസ്, അതായത് സ്റ്റേറ്റ്സ്. ക്ലാസിക് ക്വാണ്ടം മെക്കാനിക്സിലുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ വെക്റ്റേഴ്സ് ഇൻ Hilbert space. So corresponding to a system you have a Hilbert space and states are represented by vectors in Hilbert space. നമ്മൾ വെക്റ്റേഴ്സിൻ്റെ ഡിറാക് നൊട്ടേഷനിൽ psi, ket psi എന്നിങ്ങനെ ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. റൈറ്റ്, ഈ വേവ് ഫംഗ്ഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷ്രോഡിംഗർ പിക്ചറിലൊക്കെ നമ്മൾ കാണുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെ ഡിറാക്കിൻ്റെ അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വേവ് വെക്ടറിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് വെക്ടറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് കണക്കാക്കാം. റൈറ്റ്, ഈ psi of x എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. psi of x എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് ആക്ച്വലി ദ റെപ്രസെൻറ്റേഷൻ. ഇറ്റ്സ് ആക്ച്വലി ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേവ് വെക്ടർ ഇൻ ദ കോർഡിനേറ്റ് ബേസിസ്. ഇത് ബേസിസ് വെക്ടേഴ്സാണ്. റൈറ്റ്, ഓക്കെ, ഇതിൻ്റെ അർത്ഥം psi എന്നുള്ളതിനെ നമുക്കിങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ psi of x dx ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ജനറലി നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ എക്സ്പാൻഡ് psi in any basis. ഇതൊരു കണ്ടിന്യൂസ് ബേസിസ് ആണ്. കോർഡിനേറ്റ് ബേസിസ് എന്ന് പറയുന്നത് ജനറലി യു ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ഓൾസോ ഇൻ ഡിസ്ക്രീറ്റ് ബേസിസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഈ വെക്ടേഴ്സിനാണ് നമ്മൾ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ മോഡുലസ് സ്ക്വയറിന് പ്രോബബിലിറ്റി എന്നുള്ള ഇൻ്റർപ്രിറ്റേഷനാണുള്ളത്. ബോൺസ് ഇൻ്റർപ്രിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇത് ക്വാണ്ടം മെക്കാനിക്സിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്, നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. റൈറ്റ്, ഓക്കെ, ഇവിടെ CI എന്ന് പറയുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിന് സമാനമായിട്ട് വരുന്ന ഈ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിനെയാണ് യൂഷ്വലി നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഈ രണ്ട് നൊട്ടേഷനും മാറി ഉപയോഗിക്കുന്നുണ്ട് കൺവീനിയൻസ് അനുസരിച്ച്. പലപ്പോഴും ഡിറാക്കിൻ്റെ അബ്സ്ട്രാക്ട് നൊട്ടേഷനാണ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, കാൽക്കുലേഷൻസ് ചെയ്യാനാണെങ്കിലും ഡെറിവേഷൻസ് നടത്താനാണെങ്കിലും. എന്നിട്ട് അവസാനം നമുക്ക് താല്പര്യമുള്ള റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വിൽ ഡു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വേവ് ഫംഗ്ഷൻ. ഇത് ശരിക്കും എന്താണ് പറയുന്നത്, നമുക്ക് ഷ്രോഡിംഗറിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന രീതിയിലാണ് ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത്. ദിസ് ആക്ച്വലി Q with psi. റൈറ്റ്, ഇതിൻ്റെ മീനിങ് ഇതാണ്, യു എക്സ്പാൻഡ് psi ഇൻ. ഓക്കെ, ദീസ് ആർ ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ്. വെക്ടറിൻ്റെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയും. എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് മതി സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാൻ. ഓക്കെ, ബേസിസ് ഏതാണെന്ന് ഉള്ള ഡീറ്റെയിൽ നമുക്ക് ബേസിസ് നമ്മൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് മാത്രം മതി. അതുകൊണ്ട് ഈ psi of x വെച്ച് നമുക്ക് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വേറെ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. Okay, you can consider this as a set of numbers and the same state can be represented by an entirely different set of numbers. Okay, if you choose a different base. So ഉദാഹരണത്തിന് momentum based ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ the same vector, okay, the same vector we can expand in momentum basis also. അപ്പോൾ നമ്മളിവിടെ സൈറ്റ് tilde of p എന്ന് എഴുതും. റൈറ്റ്, അപ്പോൾ ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ മൊമെൻറ്റം സ്പേസ് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. റൈറ്റ്, ഇത് ഇറ്റ് ഹാസ് എക്സാക്ട്ലി ദ സെയിം ഫിസിക്കൽ കണ്ടന്റ് ആസ് psi of q. Right, we are talking about the same vector. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ കോണ്ടന്റ് സെയിം ആണ്. റൈറ്റ്, പക്ഷേ ഇതിൻ്റെ ബേസിസ് വേറെ ബേസിസിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതെന്ന് മാത്രം. ഇനി പ്രോബബിലിറ്റി നമുക്കറിയാം Q എന്നുള്ള പൊസിഷൻ എടുക്കുകയാണ്. Q പ്ലസ് dq എന്നീ പൊസിഷൻസ് ഇടയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി പറയുന്നത് മോഡുലസ് ഓഫ് psi of q സ്ക്വയർ. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി പറയുന്നത് മോഡുലസ് ഓഫ് psi of q സ്ക്വയർ dq എന്നുള്ളതായിരിക്കും. Right, so these things we are familiar with from basic quantum mechanics. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കോഴ്സിൽ നിന്ന് പരിചയമുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തതെന്ന് മാത്രം. റൈറ്റ്, ഓക്കെ, ഇനി നമ്മൾ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ 1 പാർട്ടിക്കിൾ സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കുക. n പാർട്ടിക്കിൾ സിസ്റ്റം എടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഒരു ഒറ്റ വേവ് ഫംഗ്ഷനാണ് ഉണ്ടാകുന്നത്. എൻറ്റാങ്കിൾമെൻറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഓരോ പാർട്ടിക്കിളിനും സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻ ഇല്ല, എൻറ്റയർ സിസ്റ്റത്തിന് ഒരൊറ്റ വേവ് ഫംഗ്ഷനാണ്. യൂഷ്വലി നമ്മളിങ്ങനെ എഴുതും. ഓക്കെ, പൊസിഷൻ ബേസിലാണെങ്കിൽ R1 വെക്റ്റർ, R2 വെക്റ്റർ അപ് ടു Rn വെക്റ്റർ. ഓക്കെ, ദിസ് ഇസ് വൺ വേവ് ഫംഗ്ഷൻ which has all these arguments. Okay, all this so അതായത് ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ ഒരൊറ്റ കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്.
മൊത്തം സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒറ്റ വേവ് ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ പറയുന്നത് കറസ്പോണ്ടിങ് ടു ദ എൻറ്റയർ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം യു ഹാവ് ഗോട്ട് വൺ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ദിസ് ലീവ്സ് ഇൻ ദ കോൺഫിഗറേഷൻ സ്പേസ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു വേവ് ആയിട്ട് കണക്കാക്കരുതെന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3n ഡയമെൻഷണൽ സ്പേസ് ആണ് അല്ലേ, ഇത് 3n ഡയമെൻഷണൽ സ്പേസിലാണ് ഈ വേവ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ ഈ മൊത്തം കോൺഫിഗറേഷൻ ഓരോ പെർട്ടിക്കുലർ കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇത് ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡാണ്. അതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ കോൺഫിഗറേഷനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, സിസ്റ്റം ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് കോൺഫിഗറേഷനിലാകാനുള്ള പ്രോബബിലിറ്റി ദാറ്റ്സ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് psi r1 to rn സ്ക്വയർ. റൈറ്റ്, ഒരു സ്പെസിഫിക് കോൺഫിഗറേഷനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്, അതിനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് ഇതിൽ നിന്നാണ് കിട്ടുക. റൈറ്റ്, അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരുന്നത് സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ എൻറ്റയർ കോൺഫിഗറേഷനുള്ള പ്രോബബിലിറ്റീസാണ്. ഓരോ എൻറ്റയർ കോൺഫിഗറേഷൻ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസിനുള്ള പ്രോബബിലിറ്റീസാണ് അല്ലെ, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ മൈക്രോസ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് വിത്ത് ദ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ദ n പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ. ഓക്കെ, n പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷനാണ് മൈക്രോസ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത്. റൈറ്റ്, ഓക്കെ, ഇനി നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലേതുപോലെ നമ്മുടെ സിസ്റ്റം സ്പെസിഫിക്കലി ഏത് മൈക്രോ സ്റ്റേറ്റിലാണെന്ന് ജനറലി നമുക്കറിയില്ല. റൈറ്റ്, അതുപോലെ സിസ്റ്റത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ അത് ഒരിക്കലും നമുക്ക് കഴിയാത്തതാണ്. അപ്പോൾ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ചെറിയൊരു ഇൻറ്ററാക്ഷൻ എപ്പോഴും ഉണ്ടാവും. ഹൗ മച്ച് എവർ യു ഐസൊലേറ്റ് ദ സിസ്റ്റം. റൈറ്റ്, ഈ എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാരണം, ചെറിയ എനർജി എക്സ്ചേഞ്ച് ഒക്കെ കാരണം ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദ മൈക്രോ സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച്. ഇത് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൈക്രോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല. റൈറ്റ്, ക്വാണ്ടം മെക്കാനിക്സ് ദിസ് ഇസ് വെരി സ്പെസിഫിക്, but always there is some interaction and the microstate can change. Right, and generally we don't know in which exact wave function the system is. The system definite ആയിട്ടുള്ളൊരു മൈക്രോസ്റ്റേറ്റ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിത് ഏതാണെന്ന് അറിയില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും എൻസെമ്പിൾ ആയിട്ട് കണക്കാക്കും. യു കൺസിഡർ ദ എൻസെമ്പിൾ തിങ്. വിൽ ഹാവ് എ ക്വാണ്ടം മെക്കാനിക്കൽ എൻസെമ്പിൾ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ എൻസെമ്പിൾ നമ്മൾ കണക്കാക്കുന്നത് വിൽ ഹാവ് അഗെയിൻ identical copies of the same system. Alright, now generally each of this will be in a different wave function. At a time t. ഒരു സ്പെസിഫിക് ടൈം എടുക്കുകയാണെങ്കിൽ ഇത് എല്ലാം ജനറലി ഒരു ഡിഫറെൻറ്റ് വേവ് ഫംഗ്ഷനിലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ എൻസെമ്പിളിനെ ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് വേവ് വെക്ടേഴ്സിൻ്റെ അല്ലെ വേവ് ഫംഗ്ഷൻസിൻ്റെ അല്ലെ ക്വാണ്ടം സ്റ്റേറ്റ്സിൻ്റെ മിക്സ്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇതിനെയാണ് നമ്മൾ മിക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്, അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മൈക്രോ സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വേവ് ഫംഗ്ഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ Pn എന്ന് ഡിനോട്ട് ചെയ്യും. റൈറ്റ്, ഈ Pn മനസ്സിലാക്കുക. ഈ Pn എന്ന് പറയുന്നത് ദിസ് പ്രോബബിലിറ്റി ഷോസ് അവർ ലാക്ക് ഓഫ് നോളജ്. ഇത് നമ്മുടെ ലാക്ക് ഓഫ് നോളജ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പ്രോബബിലിറ്റി പോലെ തന്നെ വരുന്നതാണ്. സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാത്തതിൻ്റെ കുഴപ്പമാണത്. ഓക്കെ, അതേസമയം ക്വാണ്ടം മെക്കാനിക്കലുള്ള പ്രോബബിലിറ്റി നമ്മുടെ ലാക്ക് ഓഫ് നോളജ് ആയിരുന്നില്ല. അത് സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നൊരു പ്രോബബിലിറ്റിയാണ്. ഓക്കെ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കറിയാം, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കുണ്ട് സ്റ്റേറ്റും ഉണ്ട്, മെഷറബിൾ ക്വാണ്ടിറ്റീസ് ഉണ്ട്. പക്ഷേ ക്ലാസിക്കൽ മെക്കാനിക്സിൽ സിനോണിമസ് ആണ്. സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അറിയുകയാണെങ്കിൽ അതിൻ്റെ മെഷറബിൾ ക്വാണ്ടിറ്റീസ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇറ്റ്സ് ദ സെയിം. കാരണം നമുക്ക് ഉദാഹരണത്തിന് f(q(p) എന്ന രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മുടെ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലും സ്റ്റേറ്റ്സ് ഉണ്ട്, മെഷറബിൾ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് മെഷറബിൾ ക്വാണ്ടിറ്റീസിനെ ഒബ്സർവബിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിലുള്ള പ്രത്യേകത എന്താണ്? സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് 100% ക്ലിയർ ആയിട്ട് അറിയാമെങ്കിലും ഈവൻ ഇഫ് യു നോ ദ സ്റ്റേറ്റ് വിത്ത് കംപ്ലീറ്റ് പ്രിസിഷൻ ദർ ഇസ് സ്റ്റിൽ പ്രോബബിലിറ്റി ഫോർ ദ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് നമുക്ക് പ്രോബബിലിറ്റീസിൻ്റെ ടേംസിലേ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് psi ആണ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് കരുതുക. ഓൾറൈറ്റ്, പക്ഷേ നമുക്ക് ഇപ്പോൾ എനർജി അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ എനർജി മെഷർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വാല്യൂസ് കിട്ടുമെന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റീസിനെ കുറിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ പ്രോബബിലിറ്റീസ് വരുന്നു, ഉദാഹരണത്തിന് ഈ പ്രോബബിലിറ്റീസ് വരുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സൂപ്പർ പൊസിഷൻ എന്നുള്ള ഫീച്ചർ കാരണമാണ്. ഈ പ്രോബബിലിറ്റിക്ക് നമ്മുടെ ലാക്ക് ഓഫ് നോളജ് ആയിട്ട് യാതൊരു ബന്ധമില്ല. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ ഫണ്ടമെൻ്റലായിട്ട് തന്നെ ഒരു പ്രോബബിലിറ്റി കടന്നു വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റേറ്റ് ഏതാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള ഈ പ്രോബബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Alright, I hope this is clear. So there are two different fundamentally different kinds of probabilities in quantum statistical mechanics. Alright, one is the inherent probability due to superposition. ഉദാഹരണത്തിന്
സിസ്റ്റത്തിൻ്റെ എനർജി നമുക്ക് മെഷർ ചെയ്യണമെന്ന് കരുതുക. ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ എനർജി മെഷർ ചെയ്യും. അതിൻ്റെ സ്റ്റേറ്റ് സൈ ആണ് നമുക്ക് എക്സാക്ട്ലി അറിയാവുന്ന കരുതുക. ഓൾറൈറ്റ്, ഇനി ജനറലി നമ്മൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് അറിയാം. പക്ഷേ ജനറലി ദിസ് വിൽ ബി എ സൂപ്പർപൊസിഷൻ ഓഫ് എനർജി ഐഗൻ സ്റ്റേറ്റ്, ഓർ യു ക്യാൻ എക്സ്പാൻഡ് ദിസ് ഇൻ ടേംസ് ഓഫ് എനർജി ഐഗൻ സ്റ്റേറ്റ്സ്. ഇതിന് നമ്മൾ ബേസിസ് വെക്ടേഴ്സ് എന്നാണ് പറയുക. ഇനി ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ജനറലി ഏതെങ്കിലും ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്ടേഴ്സാണ്. ഓക്കെ, ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വെക്ടേഴ്സ് കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യും. പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ സ്റ്റേറ്റ്സ് എടുക്കാം, മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഐഗൺ സ്റ്റേറ്റ്സ് എടുക്കാം, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ സ്റ്റേറ്റ്സ് എടുക്കാം. ഇതൊക്കെ ബേസിസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതേ വേവ് ഫംഗ്ഷൻ നമുക്ക് പല ബേസിസിലും എക്സ്പാൻഡ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ ഈ മെഷേർഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഐഗൺ വാല്യൂസ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മുടെ മെഷേർഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഐഗൺ വാല്യൂസ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ സാധാരണ കോപ്പൻഹേഗൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ പറയുന്നത് നമ്മൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ഈ സിസ്റ്റം സൈ എന്നുള്ള സ്റ്റേറ്റ് ഇറ്റ് റെഡ്യൂസസ് ടു വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ഫൈ ഐ എന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് 5 എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, അങ്ങനെ മാറുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ എനർജി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്നുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സൈ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 5i എന്നുള്ള സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഇതിനുള്ള വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റി, ഓക്കെ, ഇപ്പോൾ 5.1 എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഐഗൺ വാല്യൂ ആയിരിക്കും നമ്മുടെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് C1² ആയിരിക്കും. ഈ E1 എന്നുള്ള എനർജി കിട്ടാനുള്ള പ്രോബബിലിറ്റി മോഡുലസ് ഓഫ് C1² ആയിരിക്കും. ഈ പ്രോബബിലിറ്റി നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഓൾറെഡി ഫെമിലിയർ ആണെന്നുള്ള അസംഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. Okay, you can look it up otherwise. Okay, you can check some textbook, but these are the basic ideas of quantum mechanics. Alright, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മിക്സ്ഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു, നമുക്കിനി പ്യുവർ സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. ഓൾറൈറ്റ്, ഓക്കെ, നമ്മളിപ്പോൾ ഒന്നുകൂടി നോക്കാം. Ensembles in quantum mechanics are called mixed states, okay, which means that you don't know the exact state of the system, exact wave function of the system at a time t. Alright, it may have an exact wave function, പക്ഷേ അതിനൊരു ഡെഫിനിറ്റ് വേവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. It will have a definite state. It's only that we don't know because there are interactions with the outside world. It's changing. Also, ഈ n particle സിസ്റ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറഞ്ഞ പോലെ തന്നെ. Okay, the system is said to be in mixed state if several states occur with probability ρi. Okay, pi എന്നോ ρi എന്നൊക്കെ വിളിക്കാം. അങ്ങനെ സെവറൽ സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മിക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മൾ നേരത്തെ ഉപയോഗിച്ച് pi എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ യൂസിങ് ദാറ്റ്. We can also talk about a pure state. Right, so we say that the system is in a pure state if and only if the state vector of the system is precisely known. Alright, ഇപ്പോൾ നമുക്കറിയാം സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്കറിയാം സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് വേവ് ഫംഗ്ഷനാണ്. അതായത് Ψ1 എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് വേവ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് നമ്മളതിനെ പ്യുവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഇറ്റ്സ് ദിസ് സ്റ്റേറ്റ് വിത്ത് പ്രോബബിലിറ്റി 1. ഓൾറൈറ്റ്, നമ്മൾ എൻസംബിൾ എടുത്തിട്ട് അതിൽ ഏതൊരു സ്റ്റേറ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അത് Ψ1 എന്നുള്ള സ്റ്റേറ്റിലാണ് എപ്പോഴും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പ്യുവർ സ്റ്റേറ്റ് എന്ന് പറയും. ഈ നോളജ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഈ പ്രോബബിലിറ്റിയുടെ ആവശ്യമില്ല. ഈ പ്രോബബിലിറ്റി നമുക്ക് ഒഴിവാക്കാം. ഈ നോളജ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ പ്രോബബിലിറ്റി നമുക്ക് ഒഴിവാക്കാം. വി ഡോണ്ട് നീഡ് ദിസ് പ്രോബബിലിറ്റി എനിമോർ. ഓൾറൈറ്റ്, ഇഫ് യു നോ കംപ്ലീറ്റ് ബിക്കോസ് ദാറ്റ് പ്രോബബിലിറ്റി ഈസ് 1 കറസ്പോണ്ടിങ് ടു ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിന് സെയിം ആണ്. നമ്മൾ സിസ്റ്റത്തിൻ്റെ ഫേസ് സ്പേസിൽ ഏത് പോയിന്റിലാണ് കൃത്യം നമുക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് പ്രോബബിലിറ്റിയുടെ ആവശ്യമില്ല. യൂഷ്വലി വി ഡോണ്ട് നോ ദിസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, പക്ഷേ ഇതിനെയാണ് നമ്മൾ പ്യുവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്യുവർ സ്റ്റേറ്റിലാണെങ്കിലും സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പ്യുവർ സ്റ്റേറ്റിലാണെങ്കിലും സിസ്റ്റം ഒരു പ്യുവർ സ്റ്റേറ്റിലാണെങ്കിലും അതിൻ്റെ സ്റ്റേറ്റ് വെക്ടർ നമുക്ക് പ്രിസൈസ്ലി അറിയാമെങ്കിൽ തന്നെയും നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ പൊസിഷൻ കാരണം ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് നമ്മൾ എടുക്കുമ്പോൾ അതിലൊരു എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുക്കണം. ഓക്കെ, പ്യുവർ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഉണ്ട്. ഓക്കെ, ബിക്കോസ് the knowledge of the state does not tell you anything, does not give you a knowledge of the specific measurement outcome. ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞാലും മെഷർമെൻറ്റ് ഔട്ട്കം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. റൈറ്റ്, സോ അതുകൊണ്ട് പ്യുവർ സ്റ്റേറ്റിലാണെങ്കിൽ തന്നെ ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമ്മുടെ ലാക്ക് ഓഫ് നോളജ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് ഇല്ല. ആണെങ്കിൽ തന്നെയും ഈ നമുക്ക് ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസിൻ്റെ ആവറേജ് വാല്യൂസ് നമ്മളിതിനെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എന്നാണ് വിളിക്കുക. എക്സ്പെക്റ്റേഷൻ വാല്യൂസ് മാത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നടത്തി അതിൻ്റെ ഓരോ സമയത്തും ജനറലി എന്നുള്ള ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ സെപ്പറേറ്റ് ആയിരിക്കും. റൈറ്റ്, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ നോക്കുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് വിളിക്കാം. റൈറ്റ്, അങ്ങനെയാണ് ഇതിനെ നമ്മൾ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കോൺടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെറുതെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നാണ് വിളിക്കുക. റൈറ്റ്, ഇത് പ്യുവർ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, ഇനി ഏത് സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് കൃത്യം അറിയില്ലെങ്കിലോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം Ψn എന്നുള്ള സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എൻസംബിൾ
നമ്മുടെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റിയുടെ ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, ഈ ക്വാണ്ടിറ്റി അതായത് ഓരോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഓരോ മൈക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ആവറേജ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ആവറേജിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പെക്ടേഷൻ വാല്യൂൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കണം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സം ഓവർ n പി എൻ സൈ എൻ എ സൈ എൻ. ഇവിടെ പി എൻ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം സൈ എൻ എന്നുള്ള സ്റ്റേറ്റിലായിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ഗെറ്റിംഗ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പെക്ടേഷൻ വാല്യൂവിൻ്റെ ആവറേജ് ആണ് നമ്മുടെ എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്കലിലെ എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പെക്ടേഷൻ വാല്യൂസിൻ്റെ ആവറേജ് ആണ്. അതായത് ഓരോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ്പെക്ടേഷൻ വാല്യൂ ഉണ്ടാവും, അതിൻ്റെ ആവറേജ് ആണ്. കാരണം സൈ എന്നുള്ള സ്റ്റേറ്റ് ഇട്ടാനുള്ള പ്രോബിലിറ്റിയാണ് പി എൻ. So this is how we find our expectation values in quantum mechanics. Right? ഇനി ഇത് നമുക്ക് നമ്മുടെ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ ഡിറാക് നൊട്ടേഷനിലാണ് എഴുതുന്നത്. കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഇതേ കാര്യം എഴുതാം. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ എഴുതുക. സൈ എൻ സ്റ്റാർ ഓഫ് ക്യൂ എ സൈ എൻ ഓഫ് ക്യൂ ഡി 3nq എന്നുള്ളതാണ് ഈ കാര്യം തന്നെ. ദിസ് വിൽ റൈറ്റ് as സൈ എൻ സ്റ്റാർ ഓഫ് ക്യൂ എ ഓക്കെ സൈ എൻ ഓഫ് ക്യൂ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയിട്ടാണ് എഴുതുക. ഇങ്ങനെയായിരിക്കും എഴുതുക. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുമ്പോൾ ആവറേജ് ദിസ് ക്വാണ്ടിറ്റി, ദാറ്റ്സ് ഓൾ. റൈറ്റ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഇൻ ദ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മുടെ സാധാരണ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ പോലുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും നമ്മുടെ കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പല കേസിലും ഈ ഒരു ഡീറ്റെയിൽ തന്നെ മതി. ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഏറെക്കുറെ ചെയ്യാൻ കഴിയും. റൈറ്റ്, റൈറ്റ്. ഇനി നമ്മൾ യൂഷ്വലി എൻസെമ്പിൾ പിക്ചർ ക്വാണ്ടം മെക്കാനിക്കൽ എൻസെമ്പിൾസ് എടുക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ പ്യുവർ സ്റ്റേറ്റ് എന്നുള്ളതിനെ എനർജി ഐഗൺ ഫങ്ഷൻസ് ആയിട്ടാണ് എടുക്കുക, എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ ചൂസ് എനി ബേസിസ്. ഒക്കെ ഇപ്പോൾ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഡെഫിനറ്റ് എനർജി സ്റ്റേറ്റ്സ് ആണ്, അപ്പോൾ എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈക്വിലിബ്രിയം എൻസെമ്പിൾസിൽ സൈ എൻ മേ ബി ടേക്കൺ ടു ബി ദ എനർജി ഐഗൺ സ്റ്റേറ്റ്സ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് മൈക്രോ കനോനിക്കൽ എൻസെമ്പിളിന് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് പി എൻ ഇസ് either a constant in a the Pn is a constant in a small energy range. അതായത് എല്ലാ സ്റ്റേറ്റിനും സൈ 1നും സൈ 2നും സൈ 3ക്കും എല്ലാം ഒരേ പ്രോബിലിറ്റി ആയിരിക്കുന്ന അവസ്ഥ. ഓക്കെ, എല്ലാ മൈക്രോ സ്റ്റേറ്റ്സിനും ഒരേ പ്രോബിലിറ്റി ആയിരിക്കുന്ന അവസ്ഥ ഒരു ഡെഫിനറ്റ് എനർജി റേഞ്ചിൽ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ പ്രയർ പ്രോബിലിറ്റീസ്. അങ്ങനെ പ്രോബിലിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ മൈക്രോ കനോനിക്കൽ എൻസെമ്പിളിൽ നിന്ന് എടുക്കാം. റൈറ്റ്, ഇനി എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ പ്യുവർ സ്റ്റേറ്റ്സ് എങ്കിൽ കനോനിക്കൽ എൻസെമ്പിളിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എനർജി ഇറ്റ് ഈസ് അലൗഡ് ടു എക്സ്ചേഞ്ച് എനർജി വിത്ത് ദ സറൗണ്ടിങ്സ് ആൻഡ് ദെൻ what is the probability distribution or the Boltzmann distribution. The generalization of the Boltzmann distribution can be given as e raised to minus beta En by z. ഇവിടെ E n എന്ന് പറയുന്നത് psi n എന്നുള്ള സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഐഗൺ വാല്യൂസ് ആണ്. റൈറ്റ്, ഈ ജനറലൈസേഷൻ വളരെ ഡയറക്റ്റാണ്. നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്കൽ കേസിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്കൽ കേസിലേക്ക് വരുമ്പോൾ എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ, സിസ്റ്റത്തിൻ്റെ പോസിബിൾ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്യുവർ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ മൈക്രോ കനോനിക്കൽ എൻസെമ്പിൾ, കനോനിക്കൽ എൻസെമ്പിൾ, അതുപോലെ ഗ്രാൻഡ് കനോനിക്കൽ എൻസെമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം. റൈറ്റ്, ഇവിടെ നമ്പർ ഐഗൺ വാല്യൂ എന്ന് പറയാം, നമ്പർ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയാം. ഓക്കെ, സോ ദീസ് തിങ്സ് ആർ ജനറലൈസ്ഡ് ഡയറക്റ്റ്ലി. ഓക്കെ, ഇതിൻ്റെ ഒരു അടുത്ത ലെവലിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെൻസിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴ്സിൽ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല. റൈറ്റ്, സം ടെക്സ്റ്റ് ബുക്സ് യൂസ് ദിസ് എക്സ്പ്ലിസിറ്റ്ലി ബട്ട് നോർമലി വി ഡോണ്ട് നീഡ് ടു ഡു ദിസ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതുവരെയുള്ള പിക്ചർ മതിയാവാതെ നമ്മൾ ഡെൻസിറ്റി മാട്രിക്സ് എന്നുള്ള ഇതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അതിൻ്റെ ചില മോട്ടിവേഷൻസ് നോക്കാം. First, there are lots of mixed states that are not mixtures of energy eigenstates. ഞാൻ പറഞ്ഞു ഈ രീതിയിലുള്ള കാര്യം വർക്ക് ചെയ്യുന്നത് you are taking mixtures of energy eigenstates. ഓക്കെ, ബട്ട് അത് അത്ര ജനറൽ അല്ല. there is no reason അത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നൊരു എനർജി ഐഗൺ സ്റ്റേറ്റ് ആയിരിക്കും, മിക്സ്ചേഴ്സിലുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന എനർജി ഐഗൺ സ്റ്റേറ്റ്സിൻ്റെ മിക്സ്ചേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. സോ ദിസ് ഇസ് നോട്ട് വെരി ജനറൽ. റൈറ്റ്, ദിസ് ഫോർമുലേഷൻ ഇസ് നോട്ട് വെരി ജനറൽ. Not very general. Okay, all right. രണ്ടാമതായിട്ട്, although one can define the ensemble in terms of a set of states psi n, the ensemble should be something one can look in a variety of bases. All right, നമ്മൾ എനർജി ഐഗൺ ബേസിസ് ആണ് എടുക്കുന്നത്, എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിലും ജനറലി യു ഷുഡ്, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ നോ ബേസിസ് ഹാസ് എ പ്രിഫറൻസ്. ഓൾ റൈറ്റ്, ദർ ഇസ് വൺ ബേസിസ് ഈസ് നോട്ട് പ്രിഫേർഡ് ഓവർ ദി അതർ. ഓൾ ബേസിസ് ആർ ഈക്വലി ഗുഡ്. റൈറ്റ്, സോ we should be able to look at this from a variety of bases.
മൂന്നാമതായിട്ട് ലീവൽസ് തിയറം നമ്മൾ കണ്ടിരുന്നു. ലീവൽസ് തിയറം നമ്മുടെ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള തിയറമാണ്. അതിൻ്റെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ കൗണ്ടർ പാർട്ട് ഉണ്ട്. അത് വളരെ നല്ല എലഗൻ്റായിട്ട് എലഗൻ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എലഗൻ്റായിട്ട് ആ ക്വാണ്ടം ലീവൽ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്കൊരു ഓപ്പറേറ്റർ ഫോർമുലസ് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഡെൻസിറ്റി മാട്രിക്സിലേക്ക് വരാം. ഡെൻസിറ്റി മാട്രിക്സിൻ്റെ ഡെഫിനേഷനിലേക്ക് വരാം. ബ്രാക്കറ്റ് നൊട്ടേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്കൽ എൻസംബിൾ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ആവറേജ് വാല്യൂ ഓഫ് എ. ദിസ് ഇസ് ദ എൻസംബിൾ ആവറേജ്. Okay, what's the ensemble average? Ensemble average is the average of the quantum mechanical expectation values. Okay, it's the average of the quantum mechanical expectation values. So this is the definition. All right. ഇനി നമ്മൾ പറഞ്ഞു ഏതൊരു ബേസിസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ അബ്സ്ട്രാക്ട് വെക്ടേഴ്സ് ആണ്. ഓക്കെ, യു ക്യാൻ എക്സ്പാൻഡ് ദിസ് ഇൻ എനി ബേസിസ്, പൊസിഷൻ ഓർ മൊമെൻറ്റം, എനർജി, എനി ബേസിസ് യു ക്യാൻ എക്സ്പാൻഡ് ദിസ് ഇൻ എനി ബേസിസ്. ഓൾ റൈറ്റ്. അപ്പോൾ ഈ ബേസിസ് ഒരു ബേസിസ് സെറ്റ് ആവുന്ന എപ്പോഴാണ്? phi alpha, phi 1, phi 2, phi 3 എന്നുള്ളൊരു ബേസിസ് സെറ്റ് ആവുന്ന എപ്പോഴാണ്? റൈറ്റ്. ദാറ്റ് മീൻസ് ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പാൻഡ് എനി വെക്ടർ ഇൻ ഹിൽബർട്ട് സ്പേസ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ബേസിസ് വെക്ടേഴ്സ്. റൈറ്റ്. നമ്മൾ സാധാരണ ആർ വെക്ടർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതും അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആർ വെക്ടറിനെ ഐ ജെ കെ എന്നുള്ള ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഐ ജെ കെ എന്നുള്ള ബേസിസ് യുണീക്ക് അല്ല, പല രീതിയിലുള്ള ബേസിസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരേ വെക്ടർ തന്നെയാണ്. അപ്പോൾ ഇതൊരു ബേസിസ് ആണെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റ്. യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പാൻഡ് എനി വെക്ടർ ഇൻ ഹിൽബർട്ട് സ്പേസ് ഇൻ ദിസ് ബേസിസ്. റൈറ്റ്. ഏതൊരു വെക്ടറിന് വേണമെങ്കിലും നമുക്കതിൽ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിലേഷൻ ഉണ്ട്, കംപ്ലീറ്റ്നെസ് റിലേഷൻ. റൈറ്റ്. ഇറ്റ് ഒബേസ് എ കംപ്ലീറ്റ്നെസ് റിലേഷൻ. ദ ബേസിസ് വെക്ടേഴ്സ് സാറ്റിസ്ഫൈ എ കംപ്ലീറ്റ്നെസ് റിലേഷൻ. കംപ്ലീറ്റ്നെസ് റിലേഷൻ, ആ കംപ്ലീറ്റ്നെസ് റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അതായത് ഇഫ് യു ടേക്ക് സം ഓവർ ആൽഫ ഫൈ ആൽഫ യു വിൽ ഗെറ്റ് the identity operator. Okay, this is known as the completeness relation. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഹിൽബർട്ട് സ്പേസ് ഫോർമുലേഷൻ അല്ലെങ്കിൽ ലീനിയർ വെക്റ്റർ സ്പേസ് ഫോർമുലേഷൻ പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഈ കംപ്ലീറ്റ്നെസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി, പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ യു ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 1. Okay, just multiply everywhere with 1. Okay, അതിനെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത് ദിസ് വാല്യൂ ഇസ് 1, so there is no problem in plugging it in between here. റൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്നത്. റൈറ്റ്. ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് എ നമ്പർ, ദിസ് ഇസ് എ നമ്പർ. വൈ? കാരണം ജനറലി ഒരു ഓപ്പറേറ്റർ സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ എ സൈ എൻ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ഇറ്റ് ടു അനദർ സ്റ്റേറ്റ് സൈ എൻ പ്രൈം. റൈറ്റ്. ഇറ്റ് ടേക്സ് ഇറ്റ് ടു അനദർ സ്റ്റേറ്റ് സൈ എൻ പ്രൈം അല്ലേ. ഓപ്പറേറ്റർ ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ അതിനെ വേറെ സ്റ്റേറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഈ എ സൈ എന്നുള്ളതിന് സൈ എൻ പ്രൈം എന്ന് എഴുതാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫൈ ആൽഫ സൈ എൻ പ്രൈം എന്നാണ്. ദിസ് എ സ്കേലാർ പ്രോഡക്റ്റ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. Okay, scalar product between two vectors, as the name suggests, is a scalar quantity, it's a number. Alright, ഇതാണ് ബ്രാക്കറ്റ് എന്നുള്ള കോമ്പിനേഷൻ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. റൈറ്റ്. അപ്പോൾ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വി ക്യാൻ മൂവ് ഇറ്റ് അറൗണ്ട്. ഓക്കെ, വിത്തൗട്ട് എനി പ്രോബ്ലം വി ക്യാൻ മൂവ് ഇറ്റ് അറൗണ്ട് ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. റൈറ്റ്. അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഫൈ എ സൈ എൻ. Alright, we have moved it around. ബാക്കിയുള്ളത് ഈ സം ഓവർ ആൽഫ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ബാക്കിയുള്ളതിനെ നമുക്ക് സൈ എൻ ഫൈ ആൽഫ എന്ന് എഴുതാം. ഇവിടെ സൈ എൻ ഫൈ ആൽഫ. Alright, it's this സൈ എൻ ഫൈ ആൽഫ. Alright, and sum over alpha is there, sum over n p n is there. ഇനി സം ഓവർ n എന്ന് പറയുന്നത് n ഉള്ള ക്വാണ്ടിറ്റീസിലേക്ക് മാത്രം നമുക്ക് കൊണ്ടുപോകാം. Alright, so this sum over p n can be taken inside. So this is phi alpha a cap. ഇവിടെ ഒന്നും n ഇല്ല. Okay, and then you can write a sum over n pn is a number, so you can write it in here, and then you have got psi n. Okay, ഈ ക്വാണ്ടിറ്റി മാത്രമാണ്, and phi alpha. All right, now if you look at this quantity, okay, phi alpha, ഇവിടെ ഒരു ബേസിസ് വെക്ടർ, അതിൻ്റെ ബ്രാ, ഇവിടെ ഒരു ബേസ് വെക്ടറിൻ്റെ കെറ്റ്, അതിൻ്റെ നടുക്കൊരു ഓപ്പറേറ്റർ. ഓക്കെ, ഇത് യൂഷ്വലി നമ്മൾ മാട്രിക്സ് എലിമെൻറ്റ് എന്ന് പറയും. ദീസ് ആർ ഈ സമ്മേഷൻ ഒഴിച്ചു നിർത്തിയ ദീസ് ആർ ദ മാട്രിക്സ് എലിമെൻറ്റ്സ്, ആക്ച്വലി ഡയഗണൽ മാട്രിക്സ് എലിമെൻറ്റ് ഇൻ ദ ബേസിസ് ഫൈ ആൽഫ ഓഫ് സം ഓപ്പറേറ്റർ. ഓക്കെ, ഉദാഹരണത്തിനുള്ള ബേസിസ് മാട്രിക്സ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് വി എം എൻ. ഒരു ഓപ്പറേറ്ററിൻ്റെ വി എം എൻ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് യു ക്യാൻ ഡു ഇറ്റ് ഇൻ എനി ബേസിസ്. ദിസ് വുഡ് ബി ഫൈ എം വി ക്യാപ് ഫൈ എൻ.
ഓക്കെ, ഇതിനാണ് മാട്രിക്സ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ദിസ് ലുക്സ് ലൈക്ക് സം ഓപ്പറേറ്റർ. ഇവിടെ എ എന്നുള്ള ഓപ്പറേറ്ററാണ്. സോ ദിസ് ടോട്ടൽ ഇറ്റ് ലുക്സ് ലൈക്ക് സം ഓപ്പറേറ്റർ. ആൻഡ് ഇനി വി എം എം എന്ന് പറയുന്നത് ഡയഗണൽ എലിമെൻറ്റ്സ് ആണെങ്കിലോ ഇറ്റ് വുഡ് ബി 5m v 5m. Okay, so this whatever is in between here, this looks like some operator. Okay, അല്ലെങ്കിൽ whatever is this thing, this looks like the diagonal matrix elements of some operator. Alright, ഈ ക്വാണ്ടിറ്റി, ഓക്കെ, ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഒരു ഓപ്പറേറ്റർ ആയിട്ട് ദിസ് ഇസ് ആൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇതൊരു ഓപ്പറേറ്റർ ആണെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് ഇഫ് ഇറ്റ് ആക്ട്സ് ഓൺ സം സ്റ്റേറ്റ് വെക്ടർ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു അനദർ സ്റ്റേറ്റ് വെക്ടർ. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഓപ്പറേറ്റർ ക്ലിയർലി. റൈറ്റ്, സോ ദിസ് ഓപ്പറേറ്റർ ഇസ് വാട്ട് വി കോൾ ആസ് റോ ക്യാപ്. ദിസ് ഇസ് ദ ഈ ഓപ്പറേറ്ററിനെ തന്നെയാണ് ഡെൻസിറ്റി മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി എൻ്റെ മാട്രിക്സ് എലിമെൻറ്റ്സ് എടുക്കുമ്പോഴാണ് ഡെൻസിറ്റി മാട്രിക്സ് ആകുന്നത്, ബട്ട് ദിസ് ഇസ് കോൾഡ് ദ ഡെൻസിറ്റി മാട്രിക്സ്. വേണമെങ്കിൽ ഡെൻസിറ്റി ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് ഡയഗണൽ എലിമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു, ആൻഡ് യു ആർ സമ്മിങ് ഓവർ ഓൾ ദ ഡയഗണൽ എലിമെൻറ്റ്സ്, സോ സം ഓവർ ആൽഫ. Okay, so if you take a matrix and sum over all the diagonal elements, what you get is the trace. Right, അതുകൊണ്ട് തന്നെ സം ഓവർ ആൽഫ എന്നുള്ളത് നമുക്ക് ട്രേസ് എന്ന് എഴുതാം. ദിസ് ഇസ് എ ക്യാപ്. ഈ ഓപ്പറേറ്ററിനെ നമ്മൾ റോ ക്യാപ് എന്ന് വിളിക്കും. Alright, so now the quantum mechanical what do you say, expectation value or ensemble average. Okay, quantum mechanical ensemble average can be written in a simple form as trace of a rho cap, where what's rho cap? Rho cap is given by this thing. Okay, this is the density matrix. Okay, so it's easy to remember, right? It looks like yeah, this is easy to remember. Okay, sum over n p n psi n, this is ket psi n bra psi n, ket bra. Okay, this is the density matrix. ഇനി ഡെൻസിറ്റി മാട്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തത് സഫിഷ്യൻസിയാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡെൻസിറ്റി മാട്രിക്സ് പറഞ്ഞാൽ മതി. ഡെൻസിറ്റി മാട്രിക്സ് നമ്മൾ പറയുകയാണെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആണ്, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആണ്. ഓൾറൈറ്റ്, അതായത് സിസ്റ്റത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഡെൻസിറ്റി മാട്രിക്സിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് അലൗഡ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസും ഡെൻസിറ്റി മാട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. പ്രോബബിലിറ്റീസ്, എക്സ്പെക്ടേഷൻ വാല്യൂസ്, എവറിത്തിങ്. ഓക്കെ, ഇനിയാണ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഓൾ മെഷർമെൻറ്റ് പ്രോസസ്സസ് ഇൻവോൾവ് എക്സ്പെക്ടേഷൻ വാല്യൂസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അവർ ഡെൻസിറ്റി മാട്രിക്സ് therefore suffices to embody everything we need to know about our quantum system. Alright, യൂഷ്വലി സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഒരുപക്ഷെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് അറിയണമെങ്കിൽ യു ഹാവ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം. ഓക്കെ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ദാറ്റ് വി ക്യാൻ ഹാവ്. ലെറ്റ്സ് സേ കൺസിസ്റ്റൻറ്റ് വിത്ത് സം മാക്രോ സ്റ്റേറ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്യുവർ സ്റ്റേറ്റ്സ്. ഇനി പ്യുവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഏതാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം. 5 എന്നുള്ള സ്റ്റേറ്റ് തന്നെയാണ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയാം. ഇതിന് പ്രോബബിലിറ്റി 1, ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ എല്ലാം പ്രോബബിലിറ്റി 0. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സ് എന്തായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി. ഇത് 5 എന്നുള്ള സ്റ്റേറ്റിനുള്ള പ്രോബബിലിറ്റി 1 ആണ്, ബാക്കി എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി 0 ആണ്. സോ അവർ ഡെൻസിറ്റി മാട്രിക്സ് ഇസ് സിംപ്ലി ദിസ് ഫോർ അവർ പ്യുവർ സ്റ്റേറ്റ്. പ്യുവർ സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് ഇസ് simply ket phi bra phi, and we know that this is a projection operator. Okay, quantum mechanics il nokkaneങ്കിൽ this is called the projection operator. Alright, ഇനി ഇതിൻ്റെ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കുകയെന്ന് പറഞ്ഞാൽ യു ഇൻസേർട്ട് ഇറ്റ് ഇൻ ബിറ്റ്വീൻ 2 ഇതിൻ്റെ മാട്രിക്സ് എലിമെൻറ്റ്സ് എടുക്കുകയാണ് ഒരു രീതി പറയുകയാണെങ്കിൽ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഐഗൺ സ്റ്റേറ്റ്സ് യു ആർ ഇൻസേർട്ടിങ് your operator in between 2 different eigenstates. Okay, അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ this becomes actually q phi q prime. Okay, ഇതിൽ ഈ q with phi എന്ന് പറയുന്നത് is a projection of phi onto q. Right, this is known as psi of q. ഇതിനെയാണ് psi of q നമ്മൾ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തതാണ് അല്ലെ, x with psi എന്നുള്ളതിനെ psi of x. This is psi of q. What is this? This is actually q prime phi. ഇതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് അല്ലേ, നമ്മൾ ബ്രാക്കറ്റ് നൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഈ എഴുതുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. വാട്ട്സ് phi of q prime? Phi of q prime is psi of q prime and there's a star, so it's psi star of q prime. ഓക്കെ, അല്ല നമുക്ക് phi എന്ന് എഴുതുകയാണെങ്കിൽ phi of q and phi star of q prime. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, phi star of q prime, phi of q. ഓൾറൈറ്റ്, അപ്പോൾ അതായത് ഒരു പ്യുവർ സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം.
അതിൻ്റെ വേവ് ഫംഗ്ഷനും നമുക്കറിയാം. ചെറിയ അതിൻ്റെ ഫേസ് എന്താണെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ മിസ്സിംഗ് ആയിരിക്കും. കാരണം നമ്മൾ സ്കെയിലാപ്പ് എന്താണ് പറയുക 5 star 5 എടുക്കുമ്പോൾ അതിൻ്റെ ഫേസ് എന്താണെങ്കിലും അത് ക്യാൻസൽ ചെയ്തു പോകും. ദ ഫേസ് വിൽ മൾട്ടിപ്ലൈ ടു 1. Okay. So thus in particular we can reconstruct the wave function from a pure state density matrix up to an overall physically unmeasurable phase. Okay. ഈ ഫേസ് എന്താണെന്നുള്ളത് ഒഴികെയുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പ്യുവർ സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി മാട്രിക്സിൽ ഉണ്ട്. ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മെഷറബിൾ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി അല്ല. Now, since our wave function is normalized, നമ്മൾ wave function normalized ആണെങ്കിൽ ഇത് 5 with 5 normalized ആണെങ്കിൽ നമുക്കറിയാം റോ പ്യൂറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് റോ പ്യൂർ തന്നെയാണ്. ഇത് നിങ്ങൾ അറിയാം, ഏതൊരു ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതേ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. You just multiply these operators twice and 5 with 5 is 1. Okay, because it's normalized, and then again you get what you get is 5 with 5, which is simply the thing that we started with. Okay, rho pure. So rho square is equal to rho, and such operators are called projection operators. Okay, is either operator in the square is equal to same operator. This is a projection operator. Okay, ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഓൾറെഡി കാണുന്ന കാര്യമാണ്. അതായത് പ്യുവർ സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് എന്ന് പറയുന്നൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്. This is a statement that can be asked directly. ഇനി നോർമലൈസേഷൻ, നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം: ട്രേസ് ഓഫ് റോ ഇസ് ഈക്വൽ ടു 1. എല്ലാ പ്രോബിലിറ്റീസും 1ലേക്ക് ആഡപ്പ് ചെയ്യണം. സോ ട്രേസ് ഓഫ് റോ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ ട്രേസ് എന്ന് പറയുന്ന ഒരു ബേസിസ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ട്രേസ് ഇസ് എ ബേസിസ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി. Okay, so it doesn't matter in which basis you do this. If you normalize in one basis, it will be normalized in all the bases. Okay. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡീറ്റെയിൽഡ് ബാലൻസിങ്. ഓക്കെ, അതിൻ്റെ ഇതാണ് ഇൻ എനി റെപ്രസെൻറ്റേഷൻ. അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡീറ്റെയിൽഡ് ബാലൻസിങ് പറയുന്നതാണ് എല്ലാ റെപ്രസെൻറ്റേഷനിലും ഇത് സിമെട്രിക് ആയിരിക്കും. നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സ് സിമെട്രിക് ആയിരിക്കും. റൈറ്റ്, റോ എം എൻ വിൽ ബി ഈക്വൽ ടു റോ എൻ എം. ഇതിനാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയുന്നത്. ഇൻ എനി റെപ്രസെൻറ്റേഷൻ അതർ ദാൻ ദ എനർജി റെപ്രസെൻറ്റേഷൻ ദ ഡെൻസിറ്റി മാട്രിക്സ് മേ ഓർ മേ നോട്ട് ബി ഡയഗണൽ. ഓക്കെ, നമ്മൾ എനർജി സ്റ്റേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, നമ്മളിപ്പം ഇനീഷ്യലി എടുത്ത പോലെ എനർജി സ്റ്റേറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എനർജി റെപ്രസെൻറ്റേഷനിൽ എനർജി ഓപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഡയഗണലായിരിക്കും. ഓക്കെ, ഡയഗണലായിരിക്കും. റൈറ്റ്, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഡയഗണൽ ആവണമെന്നില്ല. നോൺ ഡയഗണൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി സിമെട്രിക്. Right? The physical reason for the symmetry is that in statistical equilibrium, the tendency of a physical system to switch from one state to another must be counterbalanced by an equally strong tendency to switch between the same states in the reverse direction. Okay, ഇതിൻ്റെ മീനിങ് ഇതാണ്, സിസ്റ്റം ഈക്വിലിബ്രിയത്തിലാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ മാട്രിക്സ് നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സിലുള്ള നോൺ ഡയഗണൽ എലിമെൻറ്റ്സ് ആക്ച്വലി പറയുന്നത്, ഉദാഹരണത്തിന് റോ 2-1 എന്നുള്ളൊരു ഇതുണ്ടെന്ന് കരുതുക. ഓക്കെ, ഇത് 2 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. റൈറ്റ്, അപ്പോൾ ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ 2ൽ നിന്ന് 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ എമ്മിൽ നിന്ന് എന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്നിൽ നിന്ന് എമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയും കൂടെ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വിലിബ്രിയത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. Okay, so generally in equilibrium we'll say that the density matrix, okay, for equilibrium systems the density matrix is symmetric. All right, okay. This condition is called detailed balancing. It's essential for the maintenance of an equilibrium distribution within an ensemble. ingane allengil quickly the system will go away from equilibrium. All right, so it won't remain in equilibrium. Okay, so this is principle of detailed balancing. അത് യൂഷ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എക്സ്റ്റേണൽ ഇൻട്രാക്ഷൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറാനുള്ള പ്രോബിലിറ്റിന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാനുള്ള പ്രോബിലിറ്റിക്ക് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ദെൻ നത്തിങ് ഹാപ്പൻസ് ടു ദ സിസ്റ്റം ഫ്രം എ മൈക്രോസ്കോപ്പിക് വ്യൂ പോയിൻറ്റ്. അത് സിസ്റ്റത്തിന് ഒരു ചേഞ്ച് ഒന്നും മൈക്രോസ്കോപ്പിക് വ്യൂ പോയിൻറ്റിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈക്വിലിബ്രിയം സിസ്റ്റംസിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ. ഈക്വിലിബ്രിയം എൻസംബിളിൽ റോ എം എൻ ഇസ് ഈക്വൽ ടു റോ എൻ എം ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ടൈം എവല്യൂഷൻ ഓഫ് ഡെൻസിറ്റി മാട്രിക്സ്. അപ്പോൾ ഇത് ക്വാണ്ടം ലീവൽ തിയറം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടൈം എവല്യൂഷൻ ഓഫ് ഡെൻസിറ്റി മാട്രിക്സ് ഡിറൈവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം സ്റ്റേറ്റ്സ് നമുക്കറിയാം, നമ്മൾ സ്റ്റേറ്റ്സ് സ്പെസിഫൈ ചെയ്തു. ഓരോ സ്റ്റേറ്റും ഇവോൾവ് ചെയ്യുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചാണ്. ഓക്കെ, അതായത് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി, ഓക്കെ, ഇസ് ഈക്വൽ ടു എച്ച് സൈ. ഇതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ, ബേസിക്കായിട്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. ഓൾറൈറ്റ്, ടൈം എവല്യൂഷൻ ഓഫ് ദ സിസ്റ്റം.
is governed by the Hamiltonian. Okay. Alright. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ ഇത് നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സിൽ ഈ ഒരു പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ ഡെൻസിറ്റി മാട്രിക്സിൻ്റെ ടൈം എവല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 1/IH ക്രോസ് H വിത്ത് റോ എന്നുള്ളതാണ്. ഓക്കെ. സോ ഹൗ ഡു യു ഡു ദിസ്? യു ടേക്ക് ദ ഡെൻസിറ്റി ഓപ്പറേറ്റർ. വി നോ ഹൗ ഈച്ച് ഓഫ് ദ സൈ, ഉദാഹരണത്തിന് സം ഓവർ n പി എൻ സൈ എൻ ആണ് അല്ലേ. ഇതിൽ സൈ എൻ ബാ സൈ എന്നും കെറ്റ് സൈ എന്നും എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യിൽ ഫൈനലി കം ടു എ സിമ്പിൾ റിലേഷൻ ലൈക്ക് ദിസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 1/IH ക്രോസ് H വിത്ത് റോ. ഓക്കെ. ഇനി ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ഇത് നമ്മൾ ക്ലാസിക്കൽ ലീവൽ ഇക്വേഷൻ കണ്ടതാണ്. ഡോ റോ ബൈ ഡോ ടി ഡെൻസിറ്റി ഫേസ് സ്പേസ് ഡെൻസിറ്റി ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു H with rho. Okay. Only difference is that there this was the Poisson bracket, here it is the commutator. Alright. So quantum mechanical density matrix in the time evolution കിട്ടണമെങ്കിൽ classical mechanical ഇതിൻ്റെ Poisson bracket formulation എടുത്തിട്ട് Poisson bracket ന് പകരം എന്ത് ചെയ്താൽ മതി 1/IH cross commutator എന്ന് ഇടുകയാണെങ്കിൽ directly get the quantum mechanical time evolution equation for the density matrix. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ക്വാണ്ടം ലീവൽ തിയറം എന്ന് പറയാം. Alright. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. Alright. അവിടെ Poisson bracket ആണെങ്കിൽ അതിന് പകരം ഇവിടെ നമുക്കുള്ള 1/IH cross commutator ആണ്. അത്രേ ഉള്ളൂ. It's exactly the same equation. This equation is the quantum version of the Liouville's theorem. It can be determined by the time evolution of the pure states composing it, that is Schrödinger equation. It has a correspondence to the classical Liouville's equation. ഇതാണ് നമ്മുടെ correspondence. Okay. So these are some of the things that you can remember. Okay. ഇനി നമുക്ക് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലുള്ള വേരിയസ് എൻസംബിൾസ് നോക്കാം. ആദ്യത്തേത് മൈക്രോ കനാനിക്കൽ എൻസംബിളാണ്. മൈക്രോ കനാനിക്കൽ എൻസംബിൾ ആണെങ്കിൽ നമുക്കറിയാം എല്ലാ മൈക്രോ സ്റ്റേറ്റിൻ്റെയും പ്രോബബിലിറ്റി എക്സാക്ട്ലി സെയിം ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് മൈക്രോ കനാനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇത് ഇനി നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഐഡൻറ്റിറ്റി മാട്രിക്സിന് പ്രൊപ്പോർഷണലായിരിക്കും. എന്തുകൊണ്ടാണ് ഐഡൻറ്റിറ്റി മാട്രിക്സിന് പ്രൊപ്പോർഷണലാവുന്നത്? ഓക്കെ. ഉദാഹരണത്തിന് ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് പറയാം. അതായത് നമുക്കറിയാം മൈക്രോ കനാനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് ജനറലി ഒരു ഫിക്സ്ഡ് എനർജി എന്നുള്ള സ്റ്റേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഫിക്സ്ഡ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആണ് അല്ലേ. എനർജി ഐഗൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ എനർജി ഐഗൺ സ്റ്റേറ്റ്സ് തന്നെ നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡയഗണൽ മാട്രിക്സ് ആയിരിക്കും. ക്ലിയർലി ഈ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. കാരണം എല്ലാ സ്റ്റേറ്റിനുള്ള പ്രോബബിലിറ്റി സെയിം ആണ് അല്ലേ. സോ യു വിൽ ഹാവ് എ കോൺസ്റ്റൻറ്റ് value in the diagonal and the others will be 0. Alright. ഇനി ഇതൊരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ ഇത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. ഏതെങ്കിലും റെപ്രസെൻറ്റേഷനിൽ ഐഡൻറ്റിറ്റി മാട്രിക്സിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് ഒരു ബേസിസിൽ നിന്ന് വേറൊരു ബേസിസിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് കോൾഡ് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലെ ജനറലി എ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. And if you make a similarity transformation for an identity matrix, again you will get an identity matrix. Alright. ഇതുകൊണ്ട് എല്ലാ റെപ്രസെൻറ്റേഷനിലും മൈക്രോ കനാനിക്കൽ എൻസംബിൾ അതിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് ഈ ഫോമിൽ തന്നെ ആയിരിക്കും. ഓക്കെ. ഏത് റെപ്രസെൻറ്റേഷൻ എടുത്ത് നോക്കിയാലും മൈക്രോ കനാനിക്കൽ എൻസംബിളിൻ്റെ മൈക്രോ കനാനിക്കൽ എൻസംബിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇത് തന്നെയായിരിക്കും. റോ എം എൻ ഇസ് ഈക്വൽ ടു റോ എൻ ഡെൽറ്റ എം എൻ. ഡെൽറ്റ എം എൻ പറയുന്നതാണ് എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ 0 ആണ്. ഡെൻസിറ്റി മാട്രിക്സിലെ എലിമെൻറ്റ്സ് 0 ആണ്. ഓക്കെ. നമുക്കിത് ഓർമ്മിച്ച് വയ്ക്കാവുന്നൊരു പോയിൻ്റാണ്. മൈക്രോ കനാനിക്കൽ എൻസംബിളിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയാഗണൽ ഓൾവേസ് ഇൻ ഓൾ റെപ്രസെൻറ്റേഷൻസ് ഇറ്റ് വിൽ ബി ഡയാഗണൽ. ഓക്കെ. ആൻഡ് ഇറ്റ് വിൽ ബി ഡയഗണൽ മാത്രമല്ല ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. diagonal elements are all same. So in general we can say that it is proportional to the identity matrix. Okay, it's proportional to the identity matrix. ഇനി ഈ റോ എന്ന് പറയുന്നത് 1/omega ആണ്. കാരണം എല്ലാ മൈക്രോ സ്റ്റേറ്റ് ഈക്വലി പ്രോബബിൾ ആണ്. ഒമേഗയാണ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൽ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് 1/omega ആണ്. ഓക്കെ. 0 for all other states. Accessible states ആണെങ്കിൽ 1/omega. It's 0 for all other states. Okay, so this generalization is quite easy to see. Okay. റൈറ്റ്. ഇപ്പോൾ ഇത് ഈ എല്ലാ റെപ്രസെൻറ്റേഷനിലും ഇത് ഡയഗണൽ ആയിരിക്കും എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു ഇത് വേറെ പോസ്റ്റുലേറ്റും കൂടെ ഉണ്ട്. പോസ്റ്റുലേറ്റ് ഓഫ് റാൻഡം ഫേസസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ജസ്റ്റ് ഹാവ് ടു റിമെമ്പർ ദറ്റ് ഇറ്റ് വിൽ ബി ഡയഗണൽ, ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് ഇൻ ഓൾ റെപ്രസെൻറ്റേഷൻസ്. ഓക്കെ. ഇനി തെർമോഡൈനാമിക്സ് നമ്മുടെ മൈക്രോ കനാനിക്കൽ എൻസംബിൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കണക്കാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് തെർമോഡൈനാമിക്സ് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് ദ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ കോൾഡ് എൻട്രോപ്പി. ആൻഡ് ഹൗ ഡു കാൽക്കുലേറ്റ് എൻട്രോപ്പി? യു ക്യാൻ യൂസ് ദ ബോൾട്സ്മാൻ ഫോർമുല. Okay, S equal to K log omega. Alright, so that's how you'll do what do you say the micro canonical ensemble calculation for a quantum matrix, quantum system. Okay.
Alright. Now we have got canonical ensemble. നമ്മൾ canonical ensembleലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. കനോനിക്കൽ എൻസംബിളിൽ ഇത് നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്ത e⁻βe എന്ന രീതിയിലാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഇത് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പറേറ്ററിൻ്റെ ടേംസിലാണ് എഴുതിയത് e⁻βh. ഇനി ഇത് നമ്മുടെ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എനർജി ഐഗൺ വെക്ടേഴ്സ് തന്നെയാണെങ്കിൽ ഇറ്റ് വിൽ സിംപ്ലി ഓൾസോ e⁻βen, ബട്ട് ജനറലി യു ക്യാൻ റൈറ്റ് as e⁻βh. ഓക്കെ, ഇനി അതിൻ്റെ നോർമലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രേസ് ഓഫ് e⁻−βh. ഓക്കെ, സോ റോ ക്യാപ് ഇസ് ഈക്വൽ ടു e⁻−βh. ഇതാണ് നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സ് കാനോനിക്കൽ എൻസംബിൾ. ഓൾറൈറ്റ്, ഇത് എനർജി അല്ലെങ്കിൽ എനർജി ഐഗൺ ബേസിസിൽ നമ്മുടെ യൂഷ്വൽ ഫോമിലാണ് ഉണ്ടാകുക e⁻−βen ഡിവൈഡഡ് ബൈ ട്രേസ് ഓഫ് e⁻−βen. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സ് എങ്കിൽ, ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഓപ്പറേറ്റർ എങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഡെൻസിറ്റി മാട്രിക്സ് എങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോമിൽ വെച്ചത് ഇറ്റ്സ് ട്രേസ് ഓഫ് റോ ക്യാപ് ജി ക്യാപ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, ഇറ്റ്സ് ട്രേസ് ഓഫ് റോ ജി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിങ്ങനെ എഴുതാം 1/qn of beta. ദിസ് ഇസ് ദ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ട്രേസ് ഓഫ് ജി e⁻−βh. ഇവിടെ നമ്മൾ ട്രേസ് എഴുതി. ഇവിടെ ഇപ്പോഴും നമ്മൾ ഏത് ബേസ് ആണെന്ന് പറയും, യു ക്യാൻ ഡു ഇറ്റ് ഇൻ എനി ബേസിസ് യു വാണ്ട്. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് ഇൻ എനി ബേസിസ് യു വാണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് മോർ കൺവീനിയൻറ്റ് ഇൻ ദ എനർജി ഐഗൺ ബേസിസ് ബിക്കോസ് ദെൻ ദിസ് വിൽ ബി ഡയഗണൽ. This will be a diagonal matrix. Okay, this e⁻−βh alone will be a diagonal matrix. അപ്പോൾ നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ജനറലി നമ്മളിവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോർമുലേഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ ദ ആവറേജ് വാല്യൂ ഓഫ് എനി ഓപ്പറേറ്റർ ഇസ് ട്രേസ് ഓഫ് ജി e⁻−βh ഡിവൈഡഡ് ബൈ ട്രേസ് ഓഫ് e⁻−βh. ഓക്കെ, ഓക്കെ, സോ ദിസ് ഇസ് ഫൈൻ. റൈറ്റ്, ഇൻ ദിസ് കേസ് യു വിൽ സീ ദാറ്റ് ട്രേസ് ഓഫ് റോ ക്യാപ് is equal to 1. ഇത് നോർമലൈസ്ഡ് പ്രോബിലിറ്റീസ് ആണ്. സോ ട്രേസ് ഓഫ് റോ ക്യാപ് is equal to 1 എന്ന് കാണാൻ കഴിയും. റൈറ്റ്, ഓക്കെ, അപ്പോൾ ഇവിടെ n എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് n എന്നുള്ളൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്. നമ്മുടെ കനോനിക്കൽ എൻസംബിളിൽ ദ പാർട്ടിക്കിൾ നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ചേഞ്ച്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ഡീറ്റെയിൽസ് ദാറ്റ് ഐ വോണ്ട് യു ടു റിമെമ്പർ. ദ ഫൈനൽ തിങ് ഇസ് ദ ഗ്രാൻഡ് കനോനിക്കൽ എൻസംബിൾ. ഇവിടെ ഡെൻസിറ്റി ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ e⁻βh വരെ e⁻βh mu n ക്യാപ് എന്നുള്ളതായിരിക്കും. h-mu n ക്യാപ്. n ക്യാപ് എന്നുള്ളതിന് നമുക്ക് നമ്പർ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ ജനറലൈസേഷൻ ഇങ്ങനെ തന്നെയാണ് വരിക എന്ന് നമുക്ക് ഏകദേശം അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മൾ കനോനിക്കൽ എൻസംബിൾ കഴിഞ്ഞു, അതിന് മൈക്രോ കനോനിക്കൽ എൻസംബിളിലേക്ക് പോകുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഗ്രാൻഡ് കനോനിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനാണ്. അവിടെ നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് നമ്മുടെ ഗ്രാൻഡ് കനോനിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനാണ്. വാട്ട്സ് ഗ്രാൻഡ് കനോനിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ? ഇറ്റ്സ് എ സം ഓവർ സ്റ്റേറ്റ്സ്. ഓക്കെ, നമ്മൾ സം ഓവർ സ്റ്റേറ്റ്സ് ഓഫ് e⁻β mu n. ഇതൊരു പെർട്ടിക്കുലർ റെപ്രസെൻറ്റേഷനാണ്, ഇതൊരു സ്പെസിഫിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ കണ്ട വാല്യൂ തന്നെയാണ്. യു കുഡ് ഡു ദിസ് ഇൻ എനി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ജനറലി യു ക്യാൻ റൈറ്റ് ആസ് ട്രേസ് ഓഫ് e⁻βh mu n. ഓക്കെ, ഇത് എനർജി ഐഗൺ ബേസിസിലാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ദിസ് ഫോം, ഓർ ജനറലി യു ക്യാൻ റൈറ്റ് ആസ് ട്രേസ് ഓഫ് e⁻β മൾട്ടിപ്ലൈഡ് ബൈ h-mu n. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റി മാട്രിക്സിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസ് ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. വളരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കേണ്ട കാര്യം ഡെൻസിറ്റി മാട്രിക്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്, മിക്സ്ഡ് സ്റ്റേറ്റ് പ്യുവർ സ്റ്റേറ്റ് എന്താണ്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഡീറ്റെയിൽഡ് ബാലൻസിങ്, ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ്, അതുപോലെ ഓരോ എൻസംബിളിന് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റീസ് നമ്മൾ എഴുതുക. ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ മെമ്മറൈസ് ചെയ്താൽ ധാരാളം മതിയാവും. ഓൾറൈറ്റ്, okay, I think with that we can conclude this session. Thank you.